നിങ്ങൾക്കൊരു സ്റ്റാർട്ടപ്പ് ഉണ്ടെന്ന് സങ്കല്പിക്കുക. നല്ലൊരു പ്രൊഡക്റ്റാണ്. പക്ഷേ സെയിൽസ് വളരെ മോശമാണ്. നിങ്ങളുടെ കയ്യിൽ ക്യാപിറ്റൽ ഇല്ലതാണ്. ഒരു സ്റ്റാർട്ടപ്പ് ഫൗണ്ടറുടെ ജേണിയിൽ ആ ഫൗണ്ടർ പല തവണ എത്തി നിൽക്കുന്ന ഒരു സിറ്റുവേഷനാണിത്. അതുപോലെ തന്നെ ഏത് സക്സസ്ഫുൾ സ്റ്റാർട്ടപ്പ് എടുത്തു കഴിഞ്ഞാലും അവർക്കും ഇങ്ങനെയൊരു ഫേസ് ഉണ്ടാവും. ഇതുപോലെ എയർബിഎൻബി ഫൗണ്ടേഴ്സ് ഇത്തരത്തിലുള്ള ഒരു സാഹചര്യം തരണം ചെയ്തിട്ടുള്ള വൈൽഡ് ആയിട്ടുള്ള എന്നാൽ വളരെ അൺകൺവെൻഷൻ ആയിട്ടുള്ള ഒരു ഫണ്ട് റേസിംഗ് സ്ട്രാറ്റജിയെ കുറിച്ചാണ് ഞാനിപ്പോൾ പറയാൻ പോകുന്നത്. വർഷം 2008 US-ൽ എലക്ഷൻ നടക്കുകയാണ്. ആ ഒരു സമയത്ത് ഇതുപോലെ ഫിനാൻഷ്യൽ ക്രഞ്ച് വന്ന് നിൽക്കുന്ന ഒരു സിറ്റുവേഷനിലാണ് എയർബിഎൻബിയുടെ ഫൗണ്ടേഴ്സ് ഉള്ളത്. ആ ഒരു സന്ദർഭത്തിലാണ് ഇവർ വളരെ വിചിത്രമായിട്ടുള്ള ഈ ഒരു ഫണ്ട് റേസിംഗ് സ്ട്രാറ്റജി, ഒരു ഫണ്ട് റേസിംഗ് സ്ട്രാറ്റജി എന്ന് മാത്രം ഇതിനെ വിളിക്കാൻ പറ്റത്തില്ല, ഒരു മാർക്കറ്റിംഗ് സ്ട്രാറ്റജിയും കൂടിയാണ്. ഒബാമ, ഓസ്, ക്യാപ്റ്റൻ മെക്കെയിൻസ് എന്നീ പേരുകളിൽ സീരിയൽ ബോക്സസ് കൊണ്ടുവരികയാണ് എയർബിഎൻബിയുടെ ഫൗണ്ടേഴ്സ്. ഈ സീരിയൽ ബോക്സസിന് അവർ $40 ചാർജ് ചെയ്യുന്നത്. എലക്ഷൻ പ്രചരണം ചൂട് പിടിച്ച് നിൽക്കുന്ന ഈ ഒരു മൊമെന്റിൽ ഇത്തരം ഒരു മാർക്കറ്റിങ്ങിലൂടെ അല്ലെങ്കിൽ ഇത്തരം ഒരു സ്ട്രാറ്റജിയിലൂടെ $30,000 അവർ ആ സമയത്ത് ഈ സീരിയൽ ബോക്സസ് വിറ്റിട്ട് സ്വരൂപിക്കുന്നത്. ഈ ഒരു ഫണ്ട് റേസിംഗ് സ്ട്രാറ്റജി പിന്നീട് ചരിത്രത്തിൽ തന്നെ ഒരുപാട് സ്റ്റാർട്ടപ്പ് ഫൗണ്ടേഴ്സിന് ഇൻസ്പിറേഷനും മോട്ടിവേഷനും അതുപോലെ തന്നെ ഫൗണ്ടേഴ്സിന്റെ റെസീലിയൻസും ഡിറ്റർമിനേഷനും കാണിക്കുന്ന ഒരു ഉത്തമ ഉദാഹരണമായി മാറി എന്നുള്ളതാണ് സത്യം. ഇതുപോലൊക്കെ തന്നെയാണ് ഒരുവിധം എല്ലാ സ്റ്റാർട്ടപ്പുകളുടെയും ഫണ്ട് റേസിംഗ് സ്റ്റോറി. വളരെ വിയേർഡായിരിക്കും, വളരെ വിചിത്രമായിരിക്കും, എന്നാൽ വളരെ യുണീക്കായിരിക്കും. ഇൻ്റർവെല്ലിൻ്റെ സ്റ്റോറിയും ഇതുപോലൊക്കെ തന്നെയാണ്. ഞാൻ 100-ൽ കൂടുതൽ ഏഞ്ചൽ ഇൻവെസ്റ്റേഴ്സിൻ്റെ അടുത്ത് പിച്ച് ചെയ്തിട്ടുള്ള ആളാണ്. വളരെ ഡെസ്പറേറ്റ്ലി ഫണ്ട് വേണമെന്ന് തോന്നിയിട്ടുള്ള മൊമെന്റിലൊന്നും എനിക്ക് ഫണ്ട് റേസ് ചെയ്യാൻ സാധിച്ചിട്ടില്ല എന്നുള്ളതാണ് സത്യം. എന്നാൽ ഇത്തരം സാഹചര്യങ്ങളിലൊക്കെ നമ്മൾ കൂടുതൽ ഫോക്കസ് ചെയ്തിരുന്നത് പുതിയ പ്രൊഡക്ട്സ് ബിൽഡ് ചെയ്യാനും മാർക്കറ്റിൽ ഫിറ്റ്നസ് ഉള്ള പ്രൊഡക്ട്സ് വെച്ചിട്ട് സ്കെയിൽ ചെയ്യാനുമായിരുന്നു. അതുകൊണ്ട് തന്നെ നമുക്ക് ഫിനാൻഷ്യലി നമുക്ക് ക്രഞ്ച് വരുന്ന സമയത്തൊക്കെ നമുക്ക് പുതിയ ബ്രില്യൻ പ്രൊഡക്ട്സ് മാർക്കറ്റിലേക്ക് എത്തിക്കാനും അതുമൂലം സെയിൽസ് ഇൻക്രീസ് ചെയ്തിട്ട് ക്യാപിറ്റലിലേക്ക് പണം മാറ്റി വെക്കാനും സാധിച്ചിട്ടുണ്ട്. നമുക്ക് പിന്നീട് ഫണ്ട് റേസ് ചെയ്യാൻ സാധിച്ചത് 2023-ലാണ്. 2021-ൽ ഇൻകോർപ്പറേറ്റ് ചെയ്ത കമ്പനി 2 വർഷം കഴിയേണ്ടി വന്നു ആദ്യത്തെ ചെക്ക് ലഭിക്കാൻ. ആ സമയമായപ്പോഴേക്ക് ഇന്റർവെൽ ഏകദേശം 30-ൽ പരം രാജ്യങ്ങളിൽ 10,000-കണക്കിന് കുട്ടികൾക്ക് ക്ലാസ്സുകൾ കൊടുത്തുകൊണ്ടിരുന്നതിന് ഒരു ബിഗർ ഓർഗനൈസേഷൻ ആയിട്ട് മാറിക്കഴിഞ്ഞിരുന്നു. ആ ഒരു സമയത്ത് തന്നെയാണ് നമുക്ക് നിർമ്മല സീതാരാമനും അതുപോലെ തന്നെ കേരളത്തിന്റെ ചീഫ് മിനിസ്റ്റർ ആയിട്ടുള്ള പിണറായി വിജയൻ സാറിൻ്റെയൊക്കെ മെൻഷനുകളും റെഫറൻസുകളും ലഭിക്കുന്നത്. ഇതെല്ലാം നമ്മുടെ ബ്രാൻഡിന്റെ വിസിബിലിറ്റി ഉയർത്താനും അതുപോലെ തന്നെ ക്രെഡിബിലിറ്റി ഇൻക്രീസ് ചെയ്യാനും സഹായിച്ചു എന്നുള്ളതാണ്. ഇതെല്ലാം നമ്മളുടെ പ്രൊഡക്റ്റിലും ആ പ്രൊഡക്റ്റ് യൂസ് ചെയ്യുന്ന കൺസ്യൂമേഴ്സിനും കസ്റ്റമേഴ്സിലും ഫോക്കസ് ചെയ്തുകൊണ്ട് ഓർഗനൈസേഷൻ സ്കെയിൽ ചെയ്യാൻ ശ്രമിച്ചത് കൊണ്ടാണ്. നമ്മൾ ആരും ഫണ്ട് കിട്ടാനും വേണ്ടിയിട്ട് ഒന്നിനും വേണ്ടിയിട്ട് വെയിറ്റ് ചെയ്തിട്ടുണ്ടായിരുന്നില്ല. അതുകൊണ്ട് തന്നെ നമ്മുടെ ഓർഗനൈസേഷൻ സ്കെയിലായി ഒരു സമയം എത്തിയപ്പം ഫണ്ടിങ്ങിനും വേണ്ടിയിട്ട് നമുക്ക് വളരെ ആയാസം ലഭിച്ചു എന്നുള്ളതാണ്. അതായത് ഇൻവെസ്റ്റേഴ്സ് ഇങ്ങോട്ട് റിവേഴ്സ് പിച്ച് ചെയ്യാൻ സ്റ്റാർട്ട് ചെയ്തു. അങ്ങനെ ഒരു മൊമെന്റിൽ തന്നെയാണ് ഇന്റർവെല്ലും ഫണ്ട് റേസ് ചെയ്തത്. ഇപ്പോൾ ഞാൻ നേരത്തെ പറഞ്ഞിട്ടുള്ള എയർബിഎൻബിയുടെ സ്റ്റോറി ആയി കഴിഞ്ഞാലും സിമിലർ തന്നെയാണ്. അവർക്ക് ഫിനാൻഷ്യലി ക്രഞ്ച് വന്ന സമയത്ത് അവർ ഇതുപോലെ വിയേർഡ് ആയിട്ടുള്ള വൈൽഡ് ആയിട്ടുള്ള ഒരുപാട് സ്ട്രാറ്റജീസ് ഉപയോഗിച്ച് ഫണ്ട് റേസ് ചെയ്തു. പിന്നീട് ഇതെല്ലാം ഇവരുടെ ഒരു ഫൗണ്ടേഴ്സിന്റെ റെസീലിയൻസും ഡിറ്റർമിനേഷനും ആണ് എന്ന് മനസ്സിലാക്കി ഒരുപാട് YC ഉൾപ്പെടെയുള്ള ഓർഗനൈസേഷൻസ് എയർബിഎൻബിയിൽ ഇൻവെസ്റ്റ് ചെയ്യുകയായിരുന്നു. YCയുടെ പോൾ ഗ്രഹാം പറഞ്ഞിട്ടുള്ളത് ഫണ്ട് റേസിംഗ് ഈസ് ദ സെക്കൻഡ് ബിഗ്ഗസ്റ്റ് ചലഞ്ച് ആഫ്റ്റർ ബിൽഡിങ് എ പ്രൊഡക്റ്റ് ദാറ്റ് പീപ്പിൾ വാണ്ട് എന്നുള്ളതാണ്. അത് തന്നെയാണ് സത്യവും. അതായത് നമുക്കൊരു പ്രൊഡക്റ്റ് ബിൽഡ് ചെയ്ത് കഴിഞ്ഞാൽ, അതായത് മാർക്കറ്റ് ഫിറ്റുള്ള ഒരു പ്രൊഡക്റ്റ് ബിൽഡ് ചെയ്ത് കഴിഞ്ഞാൽ പിന്നെ ഏറ്റവും ബിഗ്ഗസ്റ്റ് ചലഞ്ച് എന്ന് പറയുന്നത് ഫണ്ട് റേസിംഗ് ആണ്. അപ്പൊ ആ ചലഞ്ച് ഇനി വരുന്ന ഫൗണ്ടേഴ്സിന് കുറച്ചും കൂടെ ഈസി ആവണം. ഈ ഒരു ജേണിയിൽ നമ്മൾ വളരെ ബിറ്റർ ആയിക്കൊണ്ട് അല്ലെങ്കിൽ വളരെ കഷ്ടപ്പെട്ട് അല്ലെങ്കിൽ ഒരു ഹാർഡ് വേയിൽ നമ്മൾ ലേൺ ചെയ്തിട്ടുള്ള ലെസൺസ്, കുറച്ച് ഫണ്ടമെന്റൽസ്, ഇതെല്ലാം സ്റ്റാർട്ടപ്പ് ഫൗണ്ടേഴ്സിന്, യങ് ഫൗണ്ടേഴ്സിന് ഷെയർ ചെയ്യുക എന്നുള്ളതാണ് ഇന്നത്തെ വീഡിയോയിൽ നമ്മുടെ അജണ്ട. ഈ വീഡിയോയിലൂടെ ഞാൻ ഉദ്ദേശിക്കുന്നത് അത് തന്നെയാണ്, ഫണ്ട് റേസിംഗിന്റെ കുറച്ച് ഫണ്ടമെന്റൽസ് ഡിസ്കസ് ചെയ്തു പോകാം എന്നുള്ളത്. ഫണ്ട് റേസിംഗിന്റെ ഫണ്ടമെന്റൽസ് ഡിസ്കസ് ചെയ്യുമ്പോൾ നമ്മൾ ആദ്യം ഡിസ്കസ് ചെയ്യേണ്ടത് വൈ എന്നുള്ള ചോദ്യം തന്നെയാണ്. എന്തിന് ഫണ്ട് റേസ് ചെയ്യണം? അതായത് സ്റ്റാർട്ടപ്സ് എല്ലാവരും ഫണ്ട് റേസ് ചെയ്യേണ്ടതല്ല, എല്ലാ ബിസിനസ് മോഡലും ഇൻവെസ്റ്റബിളും അല്ല. അപ്പം നമ്മുടെ ഓർഗനൈസേഷന് ഫണ്ട് റേസിങ്ങിന്റെ ആവശ്യകത ഉണ്ടോ ഇല്ല എന്നുള്ളത് നമ്മൾ വിലയിരുത്തേണ്ടതുണ്ട്. അതിന് നമ്മൾ ഒരു മെന്റേഴ്സിന്റെ കൂടെ സംസാരിക്കാം, ഇൻവെസ്റ്റേഴ്സിന്റെ കൂടെ സംസാരിക്കാം, ആക്ച്വലി എക്സ്പീരിയൻസ്ഡ് ആയിട്ടുള്ള ഫൗണ്ടേഴ്സിനെ കുറിച്ച്, അതായത് ഫണ്ട് റേസ് ചെയ്ത ഫൗണ്ടേഴ്സ് ഉണ്ടാവും, ബൂട്ട് സ്ട്രാപ്പ് ചെയ്തിട്ടുള്ള ഫൗണ്ടേഴ്സ് ഉണ്ടാവും, ഇവരുമായിട്ട് സംസാരിക്കാം. അപ്പം ബേസിക്കലി നമ്മൾ ഇനീഷ്യലി ആദ്യം ചെയ്യേണ്ടത്
നമ്മുടെ സ്റ്റാർട്ടപ്പ് ഫണ്ട് റേസ് ചെയ്യേണ്ടതുണ്ടോ ഇല്ലേ എന്നുള്ളത് വിലയിരുത്തുക എന്നുള്ളതാണ്. അങ്ങനെയാണ് എന്നുണ്ടെങ്കിലാണ് അടുത്ത ചോദ്യം റെലവൻ്റ് ആവുന്നത്. വൈ, എന്തിനാണ് നമ്മൾ ഫണ്ട് റേസ് ചെയ്യുന്നത്? ഒരിക്കലും ഒരു പ്രൊഡക്റ്റ് ബിൽഡ് ചെയ്യാനും വേണ്ടിയിട്ടോ അല്ലെങ്കിൽ ഒരു സ്റ്റാർട്ടപ്പ് തുടങ്ങാൻ വേണ്ടിയിട്ടോ ഫണ്ട് റേസ് ചെയ്യണം എന്ന് ഞാൻ സജസ്റ്റ് ചെയ്യില്ല. ചില ഇൻഡസ്ട്രിയിൽ, ഇപ്പോൾ ഡീപ് ടെക് ഒക്കെ പോലെയുള്ള സെക്ടേഴ്സിൽ ചിലപ്പോൾ നമുക്ക് ഐഡിയേഷൻ സ്റ്റേജിൽ തന്നെ ഫണ്ട് റേസ് ചെയ്യേണ്ടി വരും. എന്നാൽ മാത്രമായിരിക്കും നമുക്ക് അതിനൊരു മിനിമം വയബിൾ പ്രൊഡക്റ്റ് ആയിട്ട് മാറ്റുവാൻ വേണ്ടി സാധിക്കുക. പക്ഷേ മെജോറിറ്റി സ്റ്റാർട്ടപ്സിലും ഐഡിയേഷൻ സ്റ്റേജിൽ ഫണ്ട് റേസ് ചെയ്യേണ്ടതില്ല. എപ്പോഴും ഫണ്ട് റേസ് ചെയ്യുന്നത് നമ്മൾ പ്രൊഡക്റ്റ് മാർക്കറ്റ് ഫിറ്റ് ഐഡന്റിഫൈ ചെയ്തതിന് ശേഷം കമ്പനി സ്കെയിൽ ചെയ്യാൻ വേണ്ടിയിട്ടാവണം, എസ്പെഷ്യലി D2C ബ്രാൻഡ്സിലൊക്കെ. അപ്പോൾ 2 കൈൻഡ് ഓഫ് സ്റ്റാർട്ടപ്സ് ആണ് ഇന്ന് നമുക്ക് സൊസൈറ്റിയിൽ കാണുന്നത്. അതായത് ബൂട്ട് സ്ട്രാപ്ഡ് സ്റ്റാർട്ടപ്സും ഫണ്ടിങ് ലഭിച്ചിട്ടുള്ള സ്റ്റാർട്ടപ്സും. ഒരു കാര്യം ഞാൻ ഊന്നി പറയുകയാണ്, ഫണ്ട് ലഭിച്ചിട്ടുള്ള സ്റ്റാർട്ടപ്സ് അല്ലെങ്കിൽ ഫണ്ട് റേസ് ചെയ്തിട്ടുള്ള സ്റ്റാർട്ടപ്സ് നല്ല സ്റ്റാർട്ടപ്സ് ആണ് എന്നുള്ള വാലിഡേഷൻ തെറ്റാണ്. ബൂട്ട് സ്ട്രാപ്പ് ചെയ്തിട്ടുള്ള ഒരുപാട് സക്സസ്ഫുൾ വെഞ്ചേഴ്സ് നമുക്ക് ഇന്ത്യയിൽ തന്നെ കാണാൻ പറ്റും. അതിന് ഉദാഹരണമാണ് സോഹോയും സെറോദയും ഒക്കെ. അപ്പം ബൂട്ട് സ്ട്രാപ്പ് ചെയ്താലും നമുക്ക് വളരെ വലിയ രീതിയിൽ സ്കെയിൽ ചെയ്യാൻ പറ്റാവുന്നതാണ്. എന്നാൽ ബൂട്ട് സ്ട്രാപ്പ് ചെയ്ത് പോകണം എന്ന് നിർബന്ധം പിടിക്കുന്നതും ശരിയല്ല. ചില സ്റ്റാർട്ടപ്സ് നമുക്ക് സ്കെയിൽ ചെയ്യണമെന്നുണ്ടെങ്കിൽ ഫണ്ടിങ് നിർബന്ധമായിരിക്കും. എസ്പെഷ്യലി എട്ടെക്കിലൊക്കെ ഹൈലി കോമ്പറ്റീറ്റീവ് ആയിട്ടുള്ള ലാൻഡ്സ്കേപ്പ് ആണ് എന്നുണ്ടെങ്കിൽ അവിടെ പിടിച്ചു നിൽക്കണമെങ്കിൽ അല്ലെങ്കിൽ അവിടെ നമ്മുടെ പ്രൊഡക്റ്റിനെ ഏറ്റവും ഹയസ്റ്റ് പേസിൽ ഗ്രോ ചെയ്യിപ്പിക്കണം എന്നുണ്ടെങ്കിൽ ഫണ്ട് റേസിങ് നിർബന്ധമാണ്. അതുപോലെ തന്നെ ഒരു പരിധി കഴിഞ്ഞാൽ ഓൺലൈൻ സ്റ്റോറിൽ നിന്നും ചിലപ്പോൾ ഓഫ്ലൈനിലേക്കൊക്കെ മാറേണ്ട സിറ്റുവേഷൻസ് വരും. ഒരുപാട് D2C ബ്രാൻഡ്സ് നമ്മൾ ഓൺലൈനിൽ അവർ വൺസ് ഒരു PMF ഐഡന്റിഫൈ ചെയ്ത് കഴിഞ്ഞാൽ അല്ലെങ്കിൽ ഒരു കമ്മ്യൂണിറ്റി ബിൽഡ് ചെയ്ത് കഴിഞ്ഞാൽ ഓഫ്ലൈനിലേക്ക് മാറുന്നത് കാണാറുണ്ട്. നമുക്കൊരിക്കലും ക്യാപിറ്റൽ, നമ്മുടെ വർക്കിംഗ് ക്യാപിറ്റൽ അല്ലെങ്കിൽ നമ്മുടെ റവന്യൂ ജനറേറ്റ് ചെയ്തതിൽ നിന്നും വർക്കിംഗ് ക്യാപിറ്റലിലേക്ക് മാറ്റി വെച്ചിട്ട് ആ എമൗണ്ട് കൊണ്ട് മാത്രം ഫിസിക്കൽ സ്റ്റോറേജ് പോസിബിൾ ആയിരിക്കില്ല. അത്തരത്തിലുള്ള സിറ്റുവേഷൻസിലും നമ്മൾ ഫണ്ട് റേസ് ചെയ്യേണ്ടതുണ്ട്. അപ്പം ഒരു സ്റ്റാർട്ടപ്പിന് ബൂട്ട് സ്ട്രാപ്പ് ചെയ്ത് പോകുന്നതും നല്ലത് തന്നെയാണ്. സിമിലർലി ഫണ്ട് റേസ് ചെയ്യുന്നതും നല്ലത് തന്നെയാണ്. അത് സ്റ്റാർട്ടപ്സിന്റെ സെക്ടർ ഏതാണ്, പ്രൊഡക്റ്റ് എന്താണ്, അവരുടെ വേ ഓഫ് ഡൂയിങ് ബിസിനസ് എന്താണ് എന്നുള്ളതിനെ ഡിപ്പെൻഡ് ചെയ്തിരിക്കും. ഇനി വൺസ് ഫണ്ട് റേസ് ചെയ്യാൻ നിങ്ങൾ തീരുമാനിച്ചു കഴിഞ്ഞാൽ പിന്നീട് നിങ്ങൾക്ക് 2 ഓപ്ഷനാണുള്ളത്. എയ്തർ യു ക്യാൻ ഗോ ഫോർ ഇക്വിറ്റി ഫണ്ടിങ് ഓർ യു ക്യാൻ ഗോ ഫോർ ഡെബ്റ്റ് ഫണ്ടിങ്. ഇക്വിറ്റി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മുടെ കമ്പനിയുടെ ഷെയർസ് കൊടുത്തുകൊണ്ട് നമ്മൾ ക്യാപിറ്റൽ മേടിക്കുന്നതിനെയാണ് നമ്മൾ ഇക്വിറ്റി ഫണ്ടിങ് എന്ന് പറയുക. ഡെപ്റ്റ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മൾ കടമായിട്ട് മേടിക്കുന്നതിനെയാണ് ഡെപ്റ്റ് ഫണ്ടിങ് എന്ന് പറയുക. ഈ ഡെപ്റ്റ് ഫണ്ടിങ് എപ്പോഴും പോസിബിൾ ആവുന്നത് എയ്തർ ഗവൺമെന്റ് എൻറ്റിറ്റീസ് ഒരുപാട് പേര് ഡെപ്റ്റുകൾ കൊടുക്കുന്നുണ്ട്. KSIDC, KFC പോലെ കേരളത്തിലെ പല ഗവൺമെന്റ് ഓർഗനൈസേഷൻസും ഈ ഡെപ്റ്റ് ഫണ്ടിങ് അവൈലബിൾ ആക്കുന്നുണ്ട്. അതുപോലെ തന്നെ ബാങ്കിൽ നിന്ന് ഡെപ്റ്റ് ഫണ്ടിങ് അവൈലബിൾ ആണ്. പിന്നെ വെഞ്ചർ ഡെപ്റ്റ് കൊടുക്കുന്ന ഏജൻസികളും ഇന്ത്യയിൽ ഒരുപാട് അവൈലബിൾ ആണ്. ഈ വെഞ്ചർ ഡെപ്റ്റ് എന്ന് പറയുമ്പോൾ തന്നെ തീർച്ചയായിട്ടും ഞാൻ പരാമർശിക്കേണ്ട ഒരു കാര്യമാണ്, ഒരിക്കലും നിങ്ങൾ സ്കാമിൽ പോയി പെടരുത്. ഇന്ന് സ്റ്റാർട്ടപ്പ് എക്കോസിസ്റ്റത്തിൽ ഫണ്ട് റേസിങ് അവൈലബിൾ ആണ്, ഫണ്ട് റേസിങ് നിർബന്ധമാണ് എന്നുള്ളത് കൊണ്ട് തന്നെ ഡെപ്റ്റ് കൊടുക്കുന്ന ഒരുപാട് ഏജൻസികൾ ഡെവലപ്പായി വരുന്നുണ്ട്. ഇതിൽ പല ഏജൻസികളും ആദ്യം തന്നെ നിങ്ങളുടെ അടുത്ത് നിന്ന് ഇക്വിറ്റിയോ അല്ലെങ്കിൽ കാശോ മേടിക്കുന്നുണ്ട്. അത്തരത്തിൽ ആരെങ്കിലും പറയുകയാണ് എന്നുണ്ടെങ്കിൽ ഒരിക്കലും എന്ത് ചെയ്യരുത്, അവരുമായിട്ട് അസോസിയേറ്റ് ചെയ്യരുത്. ഡെപ്റ്റ് ഫണ്ടിങ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മൾ ഡെപ്റ്റ് ആണ് മേടിക്കുന്നത്, അത് കടമാണ്, അത് തിരിച്ചു കൊടുക്കണം. അതുപോലെ തന്നെ അതിനൊരു ഇൻട്രസ്റ്റും നമ്മൾ പേ ചെയ്യേണ്ടിയിരിക്കും. അപ്പോൾ അതിനൊരിക്കലും നമ്മൾ കാശ് കൊടുക്കേണ്ട ആവശ്യമില്ല, അല്ലെങ്കിൽ അതിനൊരു ഹ്യൂജ് സക്സസ് ഫീ കൊടുക്കുന്നത് തെറ്റായിട്ടുള്ളൊരു മോഡലാണ്. അത്തരത്തിലുള്ള സ്കാമിൽ പോയി പെടരുത്. അപ്പം വെഞ്ചർ ഡെപ്റ്റ് എന്ന് പറയുന്നത് അത് പ്രൈവറ്റ് ഓർഗനൈസേഷൻസിൻ്റെ അടുത്തും അവൈലബിൾ ആണ്, അതുപോലെ തന്നെ ഗവൺമെന്റ് ഓർഗനൈസേഷൻസിനും അവൈലബിൾ ആണ്. ഇനി ഇക്വിറ്റി ഫണ്ടിങ്ങിലേക്കാണ് നിങ്ങൾ നോക്കുന്നത് എന്നുണ്ടെങ്കിൽ അവിടെ നിങ്ങൾ ആദ്യമായിട്ട് മനസ്സിലാക്കേണ്ടത് ഇൻവെസ്റ്റേഴ്സ് എന്തിനാണ് പ്രയോറിറ്റി കൊടുക്കുന്നത് എന്നുള്ളതാണ്. അപ്പോൾ ഇൻവെസ്റ്റേഴ്സ് പ്രയോറിറ്റി കൊടുക്കുന്ന ഒരുപാട് കാര്യങ്ങളുണ്ട്. അതിൽ ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള കാര്യം ഫൗണ്ടിങ് ടീം തന്നെയാണ്, അല്ലെങ്കിൽ സീനിയർ ടീം. നിങ്ങളുടെ ഫൗണ്ടേഴ്സിൻ്റെ കോമ്പിറ്റൻസി, അവരുടെ മെൻറ്റാലിറ്റി, അതുപോലെ തന്നെ സീനിയർ ടീമിൻ്റെ കോമ്പിറ്റൻസി, അവരുടെ പ്രൊഫഷണലിസം, അല്ലെങ്കിൽ അവരുടെ ടാലൻറ്റ്, സ്കില്ല്, ഇത്തരത്തിലുള്ള കാര്യങ്ങളായിരിക്കും ഇനീഷ്യലി ഒരു ഇൻവെസ്റ്റർ ടെസ്റ്റ് ചെയ്യുക. അത് ടീമിലേക്ക് പോകണമെന്നില്ല. ഇനീഷ്യലി ഒരു ബേസിക് സ്റ്റേജിലാണ് അല്ലെങ്കിൽ ഏർലി സ്റ്റേജിലാണ് നിങ്ങൾ ഫണ്ട് റേസ് ചെയ്യുന്നതെന്നുണ്ടെങ്കിൽ ഫൗണ്ടേഴ്സിൻ്റെ കോമ്പിറ്റൻസിയും ഫൗണ്ടേഴ്സിൻ്റെ മെൻറ്റാലിറ്റിയും ആയിരിക്കും ഫസ്റ്റ് ആൻഡ് പ്രൈമറിലി ഓരോ ഇൻവെസ്റ്റേഴ്സും ചെക്ക് ചെയ്യുന്നത്. അങ്ങനെ ടീമിൻ്റെ ഒരു കോമ്പിറ്റൻസി അനലൈസ് ചെയ്തതിന് ശേഷമായിരിക്കും നിങ്ങളുടെ ഐഡിയയിലേക്ക് പോലും അവർ പോവുക. നിങ്ങൾ എത്രത്തോളം യുണീക്കാണ് നിങ്ങളുടെ ഐഡിയ, അല്ലെങ്കിൽ എത്രത്തോളം സ്കെയിലബിൾ ആണ് ഐഡിയ, ആ ഐഡിയ നിങ്ങൾക്ക് എക്സിക്യൂഷനിലേക്ക് എത്തിക്കാൻ പറ്റുമോ, എക്സിക്യൂഷനിൽ എത്തിക്കഴിഞ്ഞാൽ ബ്ലൂം ചെയ്യുന്ന ഒരു ഐഡിയ ആണോ എന്നുള്ള കൈൻഡ് ഓഫ് ഒരു ഇവാലുവേഷൻസിലേക്കൊക്കെ പോകുന്നത് ടീമിനെ അനലൈസ് ചെയ്തതിന് ശേഷമായിരിക്കും. അങ്ങനെ നിങ്ങളുടെ ഐഡിയയും ഇംപ്രസീവ് ആണ് എന്നുണ്ടെങ്കിൽ പിന്നെ നിങ്ങൾ ഷോക്കേസ് ചെയ്യേണ്ടത് നിങ്ങളുടെ ട്രാക്ഷനാണ്. ട്രാക്ഷൻ എന്ന് പറയുമ്പം നമ്മൾ കൊണ്ടുവന്നിട്ടുള്ള നമ്പേഴ്സ്, അത് എയ്തർ റവന്യൂ ആവാം അല്ലെങ്കിൽ നമ്മുടെ യൂസേഴ്സ് ആവാം. അപ്പോൾ യൂസേഴ്സും അതുപോലെ തന്നെ പെയ്ഡ് യൂസേഴ്സും
നോൺ പേയിങ് യൂസേഴ്സും സിമിലർലി നമ്മുടെ റവന്യൂ ഒക്കെ ട്രാക്ഷനായിട്ട് നമുക്ക് കൺസിഡർ ചെയ്യാം. അപ്പം നമ്മുടെ ഐഡിയ വാലിഡേറ്റ് ചെയ്യുന്ന ഒരു KPIയും കൂടെയാണ് ഈ ട്രാക്ഷൻ എന്ന് പറയുന്നത്. നമ്മളുടെ ഐഡിയ വെറും ഐഡിയ അല്ല, ഇത് മാർക്കറ്റിൽ ഫിറ്റ് ഉള്ള ഒരു പ്രൊഡക്റ്റ് ആണ് എന്നുള്ളത് പ്രൂവ് ചെയ്യാൻ പറ്റുന്ന ഒരു എലമെന്റ് ആണ് ട്രാക്ഷൻ. അപ്പം നിങ്ങൾക്ക് ട്രാക്ഷൻ ഇനീഷ്യലി കുറച്ച് ട്രാക്ഷൻ ബിൽഡ് ചെയ്തിട്ട് ഫണ്ട് റേസ് ചെയ്യുകയാണെന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് ഒരു ഹയർ വാല്യുവേഷൻ കിട്ടാനും നിങ്ങൾക്ക് ഫണ്ട് റേസിങ് ഈസിലി ഇൻവെസ്റ്റേഴ്സിനെ കൺവിൻസ് ചെയ്യാനും പോസിബിൾ ആണ് എന്നുള്ളതാണ് സത്യാവസ്ഥ. അങ്ങനെ ട്രാക്ഷനും നിങ്ങൾക്ക് കൺവിൻസ് ചെയ്യാൻ പറ്റിക്കഴിഞ്ഞാൽ പിന്നീടാണ് മാർക്കറ്റിന്റെ റെലവൻസ് വരുന്നത്. ഇത് എത്രത്തോളം വലിയ മാർക്കറ്റാണ്, അവർ ടാം അനലൈസ് ചെയ്യും, ടോട്ടൽ അഡ്രസബിൾ മാർക്കറ്റ്. ആ ടാം വെച്ചിട്ടാണ് നിങ്ങളുടെ ഐഡിയ സ്കെയിലബിൾ ആണോ, അല്ലെങ്കിൽ ഇതിന്റെ യൂണിറ്റ് എക്കണോമിക്സ് വർക്ക് ചെയ്യുമോ, ഇനി അതല്ല നിങ്ങളുടെ ബിസിനസ് എത്ര കാലം കൊണ്ട് ഏതൊരു പോയിന്റിലേക്ക് എത്തിക്കാൻ പറ്റും എന്നുള്ളതൊക്കെ അനലൈസ് ചെയ്യുന്നത് നിങ്ങളുടെ മാർക്കറ്റിനനുസരിച്ചാണ്. അപ്പം മാർക്കറ്റും ഇതിൽ ഇമ്പോർട്ടൻ്റ് ആണ്. പക്ഷെ ഞാൻ പറഞ്ഞതുപോലെ ഞാൻ അതിൻ്റെ ഇമ്പോർട്ടൻസ് ഉള്ള അതേ ഓർഡറിലാണ് പറഞ്ഞിട്ടുള്ളത്. ഏറ്റവും ഇമ്പോർട്ടൻ്റ് ടീമാണ്, അത് കഴിഞ്ഞാൽ നിങ്ങളുടെ ഐഡിയ ആണ്, അത് കഴിഞ്ഞാൽ നിങ്ങളുടെ ട്രാക്ഷനാണ്, പിന്നീട് വരുന്നത് മാർക്കറ്റാണ്. ഈ 4 എലമെന്റ്സ് ആണ് ഇൻവെസ്റ്റേഴ്സ് ഏറ്റവും കൂടുതൽ ശ്രദ്ധിക്കുന്നത്. അപ്പോൾ ഇൻവെസ്റ്റേഴ്സ് എന്തൊക്കെയാണ് ശ്രദ്ധിക്കുന്നത് എന്നുള്ളത് നിങ്ങൾക്ക് മനസ്സിലായി എന്ന് വിചാരിക്കുന്നു. അടുത്തതായിട്ട് ഞാൻ ഡിസ്കസ് ചെയ്യാൻ ആഗ്രഹിക്കുന്നത് ടൈപ്സ് ഓഫ് ഫണ്ടിങ് ആണ്. അതിൽ ആദ്യം വരുന്നത് ഫാമിലി റൗണ്ട് ആണ്. അപ്പോൾ ഫാമിലി റൗണ്ട് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മുടെ ഇനീഷ്യൽ സ്റ്റേജിൽ മേ ബി നമുക്കൊരു ഐഡിയ മാത്രമേ ഉണ്ടാവുള്ളൂ. അപ്പം നമ്മളടുത്ത് ഒരു പ്രൂഫ് ഉണ്ടാവില്ല, ചിലപ്പം MVP ഉണ്ടാവത്തില്ല, പ്രൊഡക്റ്റ് മാർക്കറ്റ് ഫിറ്റ് ഉണ്ടാവില്ല, നമ്മുടെ ഐഡിയ എങ്ങനെ എക്സിക്യൂട്ട് ചെയ്യണം എന്നുള്ള ഫുൾ സ്ട്രാറ്റജി ഒന്നും ഒരു പക്ഷെ ഡെവലപ്പ് ചെയ്തിട്ടുണ്ടാവില്ല. അപ്പം ആ സമയത്ത് നമ്മളെ ട്രസ്റ്റ് ചെയ്ത് നമ്മൾ ഇൻവെസ്റ്റ് ചെയ്യണമെന്നുണ്ടെങ്കിൽ അത് നമ്മുടെ വളരെ ക്ലോസ് ആയിട്ടുള്ള നമ്മളെ കഴിവിൽ വിശ്വാസമുള്ള ഒരു കമ്മ്യൂണിറ്റിക്ക് മാത്രമേ പറ്റുള്ളൂ. അപ്പോൾ അതുകൊണ്ടാണ് ഫാമിലി റൗണ്ട് പല ഫൗണ്ടേഴ്സും റേസ് ചെയ്യുന്നത്. അപ്പോൾ ഫാമിലി റൗണ്ട് റേസ് ചെയ്യുക എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മുടെ ഫാമിലിയുടെ അടുത്ത് നിന്ന്, അത് ക്ലോസ് ആവട്ടെ ഡിസ്റ്റൻ്റ് ആവട്ടെ, ഫാമിലിയുടെ അടുത്ത് നിന്ന് അല്ലെങ്കിൽ ഫ്രണ്ട്സിൻ്റെ അടുത്ത് നിന്ന് അല്ലെങ്കിൽ നമ്മുടെ നൈബർഹുഡിൽ നിന്ന് നമ്മുടെ കഴിവിൽ വിശ്വാസമുള്ള വ്യക്തികളിൽ നിന്ന് ഫണ്ട് റേസ് ചെയ്യുന്ന ഈ ഒരു റൗണ്ടിനെയാണ് നമ്മൾ ഫാമിലി റൗണ്ട് എന്ന് പറയാം. ഇത് വെരി ഏർലി സ്റ്റേജിലാണ് നമ്മൾ ചെയ്യാറുള്ളത്. അടുത്തതായിട്ട് വരുന്നത് ഏഞ്ചൽ റൗണ്ട് ആണ്. ഏഞ്ചൽ റൗണ്ട് എന്ന് പറയുന്നത് പ്രിമയർലി നമ്മളൊരു ഐഡിയ ഒരു പക്ഷെ നമുക്ക് MVP മാറ്റാൻ നമുക്കൊരു ക്യാപിറ്റൽ ആവശ്യം വരും, അല്ലെങ്കിൽ നമുക്ക് ഇനീഷ്യലി കുറച്ച് കസ്റ്റമേഴ്സിനെ അക്വയർ ചെയ്യാനും വേണ്ടിയിട്ട് കുറച്ച് ഫണ്ട് ആവശ്യം വരും. അപ്പോൾ അതിനെയാണ് നമ്മൾ ഏഞ്ചൽ റൗണ്ട് എന്ന് വിളിക്കുക. അപ്പോൾ ഏഞ്ചൽ റൗണ്ടിൽ നമ്മൾ ഏഞ്ചൽസിൻ്റെ അടുത്ത് നിന്നായിരിക്കും നമ്മൾ ഫണ്ട് റേസ് ചെയ്യുക. അപ്പോൾ ഏഞ്ചൽസ് എന്ന് പറയുന്നത് അവർ either NRIs ആവാം, അല്ലെങ്കിൽ HNIs ആവാം, അല്ലെങ്കിൽ ബേസിക്കലി ഒരു സ്റ്റാർട്ടപ്പിൽ ഇൻവെസ്റ്റ് ചെയ്യണമെന്ന് ആഗ്രഹമുള്ള വ്യക്തികളാവാം. അപ്പോൾ ഈ വ്യക്തികളെയാണ് നമ്മൾ ഏഞ്ചൽസ് എന്ന് പറയുന്നത്. അപ്പോൾ ഇവരുടെ അടുത്ത് ഫണ്ട് റേസ് ചെയ്യുന്ന ഈ റൗണ്ടിന് നമ്മൾ ഏഞ്ചൽ റൗണ്ട് എന്ന് വിളിക്കും. അപ്പോൾ ഇന്ത്യയിൽ ഒരുപാട് ഇൻഡിവിജ്വൽസ് ഇതുപോലെ ഇൻവെസ്റ്റേഴ്സ് അവൈലബിൾ ആണ്. നമ്മുടെ ഷാർക്ക് ടാങ്കിലൊക്കെ നമ്മൾ കാണപ്പെടുന്ന ഷാർക്സിനെയൊക്കെ നമുക്ക് വേണമെങ്കിൽ ഏഞ്ചൽസ് എന്ന് വിളിക്കാം. അതുപോലെ ഗ്രൂപ്പ് ഓഫ് ഏഞ്ചൽസ്, ഒരു ഏഞ്ചൽ നെറ്റ്വർക്ക് ആയിട്ടും ഇന്ത്യയിൽ ഒരുപാട് അവൈലബിൾ ആണ്. ഈവൻ കേരളത്തിൽ അവൈലബിൾ ആണ്. നമ്മുടെ കാസർഗോഡ് ജില്ലയിലുണ്ട്, അതുപോലെ തന്നെ കോഴിക്കോട് ആവട്ടെ, തൃശ്ശൂർ ആവട്ടെ, എറണാകുളം ആവട്ടെ, ഇപ്പോൾ ട്രിവാൻഡ്രത്തും പാലക്കാടും വരെ ഏഞ്ചൽ കമ്മ്യൂണിറ്റികൾ ഡെവലപ്പായിട്ട് വരുന്നുണ്ട്. ഓരോ ഏഞ്ചൽ നെറ്റ്വർക്കിനും ഓരോ ഏഞ്ചൽസിനും അവർ പ്രിഫർ ചെയ്യുന്ന സെക്ടേഴ്സും ഉണ്ടാവും. അപ്പം നിങ്ങൾക്ക് ഏതെങ്കിലും ഏഞ്ചൽസിനെ കണക്ട് ചെയ്ത് തരണമെന്നുണ്ടെങ്കിൽ, അല്ലെങ്കിൽ നിങ്ങളുടെ പ്രൊഡക്റ്റിന് ഫിറ്റ് ആവുന്ന, നിങ്ങളുടെ സ്റ്റാർട്ടപ്പിന് ഫിറ്റ് ആവുന്ന ഏഞ്ചൽ കമ്മ്യൂണിറ്റിയെ റെഫർ ചെയ്ത് തരണമെന്നുണ്ടെങ്കിൽ നിങ്ങളുടെ ഐഡിയ എന്താണെന്നുള്ളത്, നിങ്ങൾ ഏത് സെക്ടറിലാണ് വർക്ക് ചെയ്യുന്നത് ജസ്റ്റ് ഒന്ന് കമൻസിൽ കൊടുക്കുക. അങ്ങനെയാണെന്നുണ്ടെങ്കിൽ അതിന് ഏറ്റവും ആപ്റ്റ് ആവുന്ന ഏഞ്ചൽസിനെയോ അല്ലെങ്കിൽ ഏഞ്ചൽ നെറ്റ്വർക്ക്സിനെയോ എനിക്ക് അറിയാമെന്നുണ്ടെങ്കിൽ ഞാൻ ഷെയർ ചെയ്ത് തരുന്നതാണ്. അപ്പോൾ ഏഞ്ചൽ നെറ്റ്വർക്ക് എന്ന് പറയുന്നത്, അല്ലെങ്കിൽ ഏഞ്ചൽ ഇൻഡിവിജ്വൽസ് എന്ന് പറയുന്നവർ അവർ ഇൻവെസ്റ്റ് ചെയ്യുന്ന ടിക്കറ്റ് സൈസും ചെറുതായിരിക്കും. അവർ 10 lakhs മുതൽ 2 crore 3 crore വരെയൊക്കെയാണ് ഇൻഡിവിജ്വൽസ് ചെയ്യുക. അത് ഗ്രൂപ്പ് ആവുമ്പോൾ അവർ ഒരു 4 crore 5 crore വരെയൊക്കെ ചെയ്യുന്നവരുണ്ട്. മുംബൈ അല്ലെങ്കിൽ ഗുർഗാവൺ ബേസ്ഡ് ഒക്കെ ആയിട്ടുള്ള ഏഞ്ചൽ നെറ്റ്വർക്ക് 2 million 3 million വരെ ചെയ്തിട്ടുള്ള സ്റ്റോറീസും ഇന്ത്യയിലുണ്ട്. ഏഞ്ചൽ റൗണ്ട് കഴിഞ്ഞാൽ പിന്നീട് വരുന്നത് VCs ആണ്. VCs എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ വെഞ്ചർ ക്യാപിറ്റലിസ്റ്റ് ആണ്. ഇത് എപ്പോഴും ഒരു ഫേം ആയിട്ടായിരിക്കും ഇവർ വർക്ക് ചെയ്യുന്നുണ്ടാവുക. അതായത് നമ്മുടെ സ്റ്റാർട്ടപ്സ് എത്രത്തോളം ഓർഗനൈസ്ഡ് ആണോ അതുപോലെ ഓർഗനൈസ്ഡ് ആയിട്ട് ഒരുപാട് എംപ്ലോയീസും ഒരുപാട് പാർട്ട്നേഴ്സും ഉള്ള ഒരു ലീഗൽ എൻറ്റിറ്റി അല്ലെങ്കിൽ ഒരു കോർപ്പറേഷൻ ആയിട്ടായിരിക്കും ഇവർ വർക്ക് ചെയ്യുന്നുണ്ടാവുക. ഇവർ കുറച്ചും കൂടെ ബിഗർ ഫണ്ടുകളാണ്. 1 million മുതൽ 100 million വരെ ഇൻവെസ്റ്റ് ചെയ്യുന്ന VCs ഉണ്ട്. അതിലും കൂടുതൽ ഇൻവെസ്റ്റ് ചെയ്യുന്ന VCസും ഇവിടെയുണ്ട്. ഇന്ത്യയിൽ നോർമലി 100 million വരെ ഇൻവെസ്റ്റ് ചെയ്യുന്ന VCs ഒക്കെയാണുള്ളത്. അപ്പോൾ ഈ VCs എന്ന് പറയുന്നത് ഇവർ കുറച്ചും കൂടെ നമ്മുടെ പ്രൊഡക്റ്റ് മാർക്കറ്റ് ഫിറ്റ് ഒക്കെ കഴിഞ്ഞ് നമ്മളൊരു X നമ്പർ ഓഫ് യൂസേഴ്സിലേക്ക് സ്കെയിൽ ചെയ്തു. ഇനീഷ്യലി നമ്മൾ ട്രാക്ഷൻ വെച്ചിട്ട് നമ്മുടെ ഐഡിയയെ നമ്മൾ സബ്സ്റ്റാൻഷിയേറ്റ് ചെയ്തൊക്കെ കഴിഞ്ഞിട്ട് നമ്മളൊരു റാപ്പിഡ് ഗ്രോത്തിലേക്ക് അല്ലെങ്കിൽ ഒരു ഫ്യൂച്ചർ എക്സ്പാൻഷനൊക്കെ പ്ലാൻ ചെയ്ത് പോകുന്ന ഒരു സമയത്താണ് നമ്മൾ ആക്ച്വലി VC ഫണ്ടിങ്ങിലേക്ക് പോകേണ്ടത്. അതുവരെ VC ഫണ്ടിങ്ങിലേക്ക് പോകാൻ പാടില്ല എന്നുള്ളത് തന്നെയാണ് എനിക്ക് പറയാനുള്ളത്. നമ്മൾ ഈ ഒരു സ്റ്റേജ്, അതായത് പ്രൊഡക്റ്റ് മാർക്കറ്റ് ഫിറ്റ് ഒക്കെ ഐഡന്റിഫൈ ചെയ്ത് ഒരു റവന്യൂ, ഒരു ട്രാക്ഷൻ ക്രിയേറ്റ് ചെയ്യുന്നവരെ നമ്മൾ ഏഞ്ചൽ ഫണ്ടിനെ മാത്രമേ ഡിപ്പെൻഡ് ചെയ്യാൻ പാടുകയുള്ളൂ. കാരണം വൺസ് VC എൻ്റർ ആയി കഴിഞ്ഞാൽ ഫൗണ്ടേഴ്സിന് ഭയങ്കര ഇമ്മൻസ് പ്രഷർ ആയിരിക്കും. ആ പ്രഷർ നിങ്ങൾ VC ഫണ്ട് എടുത്തിട്ടുള്ള ഫൗണ്ടേഴ്സിൻ്റെ അടുത്ത് നിന്ന് തന്നെ
നിങ്ങൾ ചോദിച്ചറിയണം. ആരും തന്നെ VC ഫണ്ടിങ് എടുത്ത് ആരും തന്നെ ഒരു പരിധിക്കപ്പുറത്തേക്ക് പ്രൊമോട്ട് ചെയ്യാറില്ല VC ഫണ്ടിങ്ങിനെ എന്നുള്ളതാണ്. കാരണം അതിനുശേഷം ഫൗണ്ടേഴ്സിൻ്റെ ലൈഫ് ഡിഫറെൻ്റ് ആയിരിക്കും. എന്നാൽ ചില സ്റ്റാർട്ടപ്സ് അവർ ഗ്രോ ചെയ്യുന്നത് ഹയസ്റ്റ് പേസിലാണ്, പ്രൊഡക്റ്റ് അത്രയും ബ്രില്യൻ്റ് ആണ് എന്നുണ്ടെങ്കിൽ VC ഫണ്ടിങ് എന്ന് പറയുന്നത് ഭയങ്കര ഒരു ബ്ലെസ്സിങ്ങുമാണ്. അപ്പോൾ VC ഫണ്ട് നിങ്ങൾക്ക് മനസ്സിലായി എന്ന് വിചാരിക്കുന്നു. വെഞ്ചർ ക്യാപിറ്റലിസ്റ്റ് ഫണ്ട് എന്ന് പറയുന്നത് കുറച്ചും കൂടെ ഓർഗനൈസ്ഡ് ആയിട്ട് ഒരു ടീം ചെയ്യുന്നതിനെയാണ് നമ്മൾ VC ഫണ്ടിങ് എന്ന് പറയാം. ഇനി VC ഫണ്ടിങ്ങിനും പുറമെ നമുക്ക് ഒരുപാട് ക്രൗഡ് ഫണ്ടിങ് പ്ലാറ്റ്ഫോംസ് അവൈലബിൾ ആണ്. ഏഞ്ചൽ ലിസ്റ്റും അതുപോലെ VFundr പോലത്തെ പ്ലാറ്റ്ഫോംസ് നമുക്ക് അവൈലബിൾ ആണ്. പക്ഷേ ഇവിടെ ഒന്നും നമുക്കൊരു വലിയ എമൗണ്ട് റേസ് ചെയ്യാൻ പറ്റത്തില്ല. ഒരു ചെറിയ എമൗണ്ട് ഒരുപാട് പേരുടെ അടുത്ത് നിന്ന് റേസ് ചെയ്യാനും വേണ്ടിയിട്ട് ഇത്തരം ക്രൗഡ് ഫണ്ടിങ് പ്ലാറ്റ്ഫോംസും നമുക്ക് യൂസ് ചെയ്യാവുന്നതാണ്. അതുപോലെ ഇപ്പോൾ വളരെ കോമൺ ആയിട്ട് കണ്ടുവരുന്ന മറ്റൊരു കൈൻഡ് ഓഫ് ഇൻവെസ്റ്റ്മെന്റ് ആണ് സ്ട്രാറ്റജിക് ഇൻവെസ്റ്റ്മെന്റ്സ് എന്ന് പറയുന്നത്. സ്ട്രാറ്റജിക് ഇൻവെസ്റ്റ്മെന്റ്സ് എപ്പോഴും സ്റ്റാർട്ടപ്സിൽ ഇൻവെസ്റ്റ് ചെയ്യുന്ന രീതിയിലായിരിക്കും ഉണ്ടാവുക. അതായത് ഇതൊരു സ്ട്രാറ്റജിയുടെ ഭാഗമായിട്ടായിരിക്കും ഇൻവെസ്റ്റ്മെന്റ് ഉണ്ടാവുക. ഇത് അക്വിസിഷൻ മോഡിലും സംഭവിക്കാറുണ്ട്. സൊമാറ്റോ ബ്ലിങ്കിറ്റിനെ അക്വയർ ചെയ്തത് ഒരു സ്ട്രാറ്റജിക് ഇൻവെസ്റ്റ്മെന്റ് ആയിരുന്നു എന്ന് ദീപേന്ദ്ര ഗോയൽ പറയുന്ന വീഡിയോ നമ്മളെല്ലാവരും കണ്ടതാണ്. ഇതിപ്പോൾ കേരളത്തിലും വളരെ ആക്റ്റീവായിട്ട് കണ്ടുവരുന്നുണ്ട്. എട്ടെക്കിൽ എസ്പെഷ്യലി സ്ട്രാറ്റജിക് ഇൻവെസ്റ്റ്മെന്റ്സ് ഒരുപാട് നടക്കുന്ന ഒരു സമയത്തിലൂടെയാണ് നമ്മൾ കടന്നു പോകുന്നത്. അപ്പോൾ സ്ട്രാറ്റജിക് ഇൻവെസ്റ്റ്മെന്റ്സ് എപ്പോഴും സീരീസ് B റൗണ്ടൊക്കെ ചെയ്തിട്ടുള്ള ബിഗർ സ്റ്റാർട്ടപ്സ് ചെറിയ സ്റ്റാർട്ടപ്പിനെ ഏതെങ്കിലും ഒരു സ്ട്രാറ്റജിയുടെ ഭാഗമായിട്ട് അക്വയർ ചെയ്യുകയോ അല്ലെങ്കിൽ അവരിൽ ഒരു എമൗണ്ട് ഇൻവെസ്റ്റ് ചെയ്യുകയോ ചെയ്യുന്നതിനെയാണ് നമ്മൾ സ്ട്രാറ്റജിക് ഇൻവെസ്റ്റ്മെന്റ്സ് എന്ന് പറയാം. അപ്പോൾ ഡിഫറെൻറ്റ് കൈൻഡ് ഓഫ് ഫണ്ടിങ്സ് നിങ്ങൾക്ക് മനസ്സിലായി എന്ന് വിചാരിക്കുന്നു. ആ ഡിഫറെൻറ്റ് കൈൻഡ് ഓഫ് ഫണ്ടിങ്സ് മനസ്സിലാക്കുന്നതിൻ്റെ കൂടെ തന്നെ നിങ്ങൾ മനസ്സിലാക്കേണ്ടതാണ് സ്റ്റേജസ് ഓഫ് ഫണ്ടിങ്ങോ അല്ലെങ്കിൽ റൗണ്ട്സ് ഓഫ് ഫണ്ടിങ്. നമ്മൾ പല റൗണ്ടിൽ ഫണ്ട് റേസ് ചെയ്യാന്ന് പറയാറുണ്ട്, സീരീസ് A, സീരീസ് B എന്നൊക്കെ പറഞ്ഞിട്ട്. അപ്പോൾ എപ്പോഴും ഇത് സ്റ്റാർട്ട് ചെയ്യുന്നത് ഒരു പ്രീ സീഡ് റൗണ്ടിലാണ്. പ്രീ സീഡ് റൗണ്ട് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ബേസിക്കലി ഐഡിയേഷൻ സ്റ്റേജിൽ ഫണ്ട് റേസ് ചെയ്യുന്നതിനെയാണ് നമ്മൾ പ്രീ സീഡ് എന്ന് പറയുക. പ്രീ സീഡ് റൗണ്ടിൽ എപ്പോഴും ഫണ്ട് റേസ് ചെയ്യുന്നത് നിങ്ങളുടെ ഐഡിയയെ ഒരു MVP ആയിട്ട് മാറ്റാനും വേണ്ടിയിട്ട് ക്യാപിറ്റൽ വേണമെന്നുണ്ടെങ്കിലാണ് നിങ്ങൾ പ്രീ സീഡ് റേസ് ചെയ്യുക. വൺസ് നിങ്ങളൊരു MVP ബിൽഡ് ചെയ്ത് കഴിഞ്ഞാൽ അതിൻ്റെ പ്രൊഡക്റ്റ് മാർക്കറ്റ് ഫിറ്റ് അനലൈസ് ചെയ്യാൻ അല്ലെങ്കിൽ ഇനീഷ്യൽ കസ്റ്റമേഴ്സിനെ അക്വയർ ചെയ്യാനും നിങ്ങൾക്ക് ഫണ്ട് ആവശ്യം വേണമെന്നുണ്ടെങ്കിൽ നിങ്ങൾക്കൊരു സീഡ് റൗണ്ട് റേസ് ചെയ്യാവുന്നതാണ്. അപ്പോൾ സീഡ് റൗണ്ട് എന്ന് പറയുന്നത് കുറച്ചും കൂടെ ഒരു ഹയർ സ്റ്റേജിൽ ഐഡിയയെ നമ്മളൊരു MVP മാറ്റിയതിന് ശേഷം നമ്മൾ റേസ് ചെയ്യുന്ന റൗണ്ടാണ് ആക്ച്വലി സീഡ് റൗണ്ട് എന്ന് പറയുന്നത്. ഇതിൽ ഇന്ന റൗണ്ടിൽ ഇത്ര എമൗണ്ട് റേസ് ചെയ്യണം എന്നുള്ള ഒരു മാനദണ്ഡമൊന്നുമില്ല. സീഡ് റൗണ്ടിൽ തന്നെ മില്യൺസ് ഒക്കെ റേസ് ചെയ്യുന്ന US സ്റ്റാർട്ടപ്സ് ഒക്കെ ഉണ്ട്. ഇന്ത്യയിൽ നോർമലി എപ്പോഴും ഒരു സീഡ് റൗണ്ടിൽ ഒരു ബിലോ 2 crore ഒക്കെയാണ് ഫണ്ട് റേസ് ചെയ്യപ്പെടാറുള്ളത്. എന്നാൽ 1 million റേസ് ചെയ്തിട്ടുള്ള സ്റ്റോറേജും ഇന്ത്യയിലുണ്ട്. അപ്പോൾ സീഡ് റൗണ്ട് കഴിഞ്ഞാലാണ് നമ്മൾ സീരീസ് A ചെയ്യാറുള്ളത്. എന്നാൽ ചില സ്റ്റാർട്ടപ്സ് സീരീസ് എന്റെ മുന്നേ പ്രീ സീരീസ് A എന്ന് പറഞ്ഞിട്ട് ഒരു റൗണ്ടും കൂടെ ചെയ്യാറുണ്ട്. അത് നോർമലി സീരീസ് A നമ്മൾ ചെയ്യുന്നത് നമ്മുടെ പ്രൊഡക്റ്റ് മാർക്കറ്റ് ഫിറ്റ് ഐഡന്റിഫൈ ചെയ്തു, നമുക്ക് ഇനീഷ്യൽ ട്രാക്ഷൻ ഉണ്ട് എന്നുള്ളത് നമ്മൾ ഉറപ്പ് വരുത്തി, നമ്മുടെ പ്രൊഡക്റ്റിന് മാർക്കറ്റിൽ ഫിറ്റ്നസ് ഉണ്ട് എന്നുള്ളതും ആൾക്കാർ അത് വാങ്ങാനും വേണ്ടിയിട്ട് വളരെയധികം ആ ക്രേവിങ്സ് കാണിക്കുന്നുണ്ട് എന്നുള്ള ഒരു ഗട്ട് ഫീലിംഗ് നമുക്ക് കിട്ടിക്കഴിഞ്ഞാൽ പിന്നീട് നമ്മൾ ഹെവിലി മാർക്കറ്റിൽ ഇൻവെസ്റ്റ് ചെയ്യുക, നമ്മൾ ഹെവിലി സ്കെയിൽ ചെയ്യുക എന്നുള്ളതാണ് നമ്മുടെ മുന്നിലുള്ള ഓപ്ഷൻ. ആ ഒരു സമയത്ത് ഈ സ്കെയിലിങ്ങിന് വേണ്ടിയിട്ട് നമ്മൾ എടുക്കുന്ന ഫണ്ടാണ് ആക്ച്വലി സീരീസ് A. ഇപ്പോൾ സീരീസ് A എന്ന് പറയുന്നത് ഒരു 1 million to 10 million വരെയൊക്കെ റേസ് ചെയ്യലുണ്ട് നോർമലി. ഞാൻ നേരത്തെ പറഞ്ഞതുപോലെ തന്നെ ഒരു റൗണ്ടിൽ ഇത്ര തന്നെ റേസ് ചെയ്യണം എന്നുള്ള മാനദണ്ഡമില്ല. അപ്പോൾ വൺസ് നമുക്കൊരു പ്രൊഡക്റ്റ് മാർക്കറ്റ് ഫിറ്റ് ഐഡന്റിഫൈ ചെയ്തിട്ട് സ്കെയിൽ ചെയ്യുന്ന സ്റ്റേജിലാണെന്ന് ഞാൻ പറഞ്ഞു. എന്നാൽ പോലും ആ ഒരു ബിഗർ റൗണ്ട് സീരീസ് Aയിൽ ചെയ്യാനും വേണ്ടിയിട്ട് കുറച്ചും കൂടെ ട്രാക്ഷൻ ബിൽഡ് ചെയ്യണം എന്നുള്ള ഇന്റൻഷന്റെ പുറത്താണ് അധികം ഫൗണ്ടേഴ്സും പ്രീ സീരീസ് A റേസ് ചെയ്യുന്നത്. അപ്പോൾ വൺസ് പ്രീ സീരീസ് Aയും കഴിഞ്ഞാൽ പിന്നെ സീരീസ് B ആണ്. സീരീസ് B എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഓൾറെഡി നമ്മുടെ സ്റ്റാർട്ടപ്പ് നല്ല രീതിയിൽ സ്കെയിലായി, നമുക്കൊരു പാൻ ഇന്ത്യൻ അല്ലെങ്കിൽ ഒരു ഗ്ലോബൽ അറ്റൻഷനൊക്കെ കിട്ടി, നമുക്ക് കസ്റ്റമേഴ്സിനെ എല്ലാം നമുക്ക് ഡിഫറെൻറ്റ് ജോഗ്രഫിയിൽ നിന്നും ഡിഫറെൻറ്റ് വേർട്ടിക്കൽസിൽ നിന്നും അക്വയർ ചെയ്യാൻ പറ്റുന്നുണ്ട്. ആ ഒരു സമയത്ത് നമുക്ക് സ്ട്രാറ്റജിക്കലി ഒരുപാട് അക്വിസിഷൻസും അതുപോലെ തന്നെ സ്ട്രാറ്റജിക്കലി ഒരുപാട് ഡൈവേഴ്സിഫിക്കേഷൻസും ചെയ്യാൻ ഒരുപാട് ക്യാപിറ്റൽ വേണം എന്ന് പറയുന്ന ഒരു മൊമെന്റിലാണ് സീരീസ് B ടിപ്പിക്കലി ചെയ്യാറുള്ളത്. അപ്പോൾ സീരീസ് B കഴിഞ്ഞാൽ പിന്നെ സീരീസ് B, C, D എന്ന് പറഞ്ഞിട്ട് ഇതിനൊരു ലിമിറ്റൊന്നുമില്ല. ഫണ്ട് വേണ്ട അത്രയും കാലം ഫണ്ട് റേസ് ചെയ്യപ്പെടാറുണ്ട് സ്റ്റാർട്ടപ്സ്. സീരീസ് L, M, N വരെയൊക്കെ റേസ് ചെയ്തിട്ടുള്ള സ്റ്റാർട്ടപ്പ് സ്റ്റോറീസും നമ്മൾ കേട്ടിട്ടുണ്ട്. അപ്പം സീരീസ് A, സീരീസ് B എന്ന് വരെയുള്ളത്, ആ ഒരു സീരീസ് B വരെയൊക്കെയാണ് ഇതിനൊരു നേച്ചർ അല്ലെങ്കിൽ ഒരു സ്റ്റേജ് ഉള്ളൂ. പിന്നെ നമ്മുടെ ആവശ്യത്തിനനുസരിച്ച് നമ്മളൊരു 18 to 24 months എങ്കിലും ഗ്യാപ്പ് ഇട്ടിട്ട് ഫണ്ട് റേസ് ചെയ്യണം എന്നുള്ളതാണ് പറയാറുള്ളത്. കാരണം നമുക്ക് ആ ഒരു സമയത്തേക്കെങ്കിലും റൺവേ കീപ്പ് ചെയ്യണം എന്നുള്ളതാണ്. അപ്പോൾ ഇതിനൊന്നും ഒരു ഐഡിയൽ സെഗ്മെന്റ് അല്ലെങ്കിൽ ഒരു ഐഡിയൽ ഗൈഡ് ലൈൻസ് എന്ന് പറഞ്ഞിട്ട് അല്ലെങ്കിൽ ഒരു പ്ലേ ബുക്ക് എന്ന് പറഞ്ഞിട്ടുള്ള ഒരു കാര്യമില്ല. ഇത് ഓരോ സ്റ്റാർട്ടപ്പിനും ഓരോ ഫൗണ്ടേഴ്സിനും ഇത് ഡിഫർ ചെയ്തുകൊണ്ടിരിക്കും. പക്ഷെ ഫണ്ടമെന്റലി കണ്ടുകൊണ്ടുവരുന്ന കുറച്ച് കോമൺ ആയിട്ടുള്ള കാര്യങ്ങളാണ് ഞാൻ പറഞ്ഞിട്ടുള്ളത്. അപ്പോൾ അങ്ങനെ നിങ്ങൾ ഫണ്ട് റേസ് ചെയ്യാൻ
ഉദ്ദേശിക്കുന്ന ഒരു ഫൗണ്ടർ ആണെന്നുണ്ടെങ്കിൽ നിങ്ങൾ അറിയേണ്ട കുറച്ച് ബേസിക് ടേംസ് കൂടെ ഉണ്ട്. അതിലെ ഫസ്റ്റ് ആൻഡ് മോസ്റ്റ് ഇമ്പോർട്ടൻറ്റ് വൺ വാല്യുവേഷൻ ആണ്. വാല്യുവേഷൻ എന്ന് പറയുന്നത് ശരിക്കും നിങ്ങളുടെ സ്റ്റാർട്ടപ്പിൻ്റെ പ്രൈസ് ടാഗ് ആണ്. നിങ്ങളുടെ സ്റ്റാർട്ടപ്പിൻ്റെ വാല്യൂ എത്രയാണ് എന്നുള്ളതാണ് വാല്യുവേഷൻ ഡിനോട്ട് ചെയ്യുന്നത്. അപ്പോൾ വാല്യുവേഷൻ എങ്ങനെയാണ് ഒരു കമ്പനിയെ വാല്യൂ ചെയ്യുക എന്നുള്ളത് എപ്പോഴും ഫൗണ്ടേഴ്സുമായിട്ട്, എസ്പെഷ്യലി യങ് ഫൗണ്ടേഴ്സുമായിട്ട് ഡിസ്കസ് ചെയ്യുന്ന ഒരു കാര്യമാണ്. ഇതിന് ശരിക്കും CA-കാരും CS-കാരും ഒരുപാട് മെത്തേഡ്സ് സജസ്റ്റ് ചെയ്യാറുണ്ട്, DCF, ഡിസ്കൗണ്ടഡ് ക്യാഷ് ഫ്ലോ മെത്തേഡൊക്കെ പോലെ. ഇത് അവരുടെ സയൻറ്റിഫിക് ആയിട്ടുള്ള കാര്യമാണ് ഇതിനെ വാല്യൂ ചെയ്യുക എന്നുള്ളത്. ശരിക്ക് ഇതൊരു സയൻസ് മാത്രമല്ല, സയൻസിൽ കൂടുതൽ ഇതൊരു ആർട്ടാണ്. ഐ വുഡ് സേ ഇറ്റ് ഈസ് എൻ ആർട്ട് ഓഫ് നെഗോഷിയേഷൻ. നമ്മൾ നമ്മുടെ ഇൻവെസ്റ്റേഴ്സുമായിട്ട്, അല്ലെങ്കിൽ ആരാണോ നമ്മുടെ കമ്പനിയിൽ ഇൻവെസ്റ്റ് ചെയ്യുന്നത് ആ എൻറ്റിറ്റിയുമായിട്ട് നമ്മൾ നെഗോഷിയേറ്റ് ചെയ്തിട്ടാണ് ആക്ച്വലി വാല്യുവേഷൻ ഫൈനലൈസ് ചെയ്യുക. അപ്പോൾ അത് ഇറ്റ് ഈസ് മോർ ലൈക്ക് എൻ ആർട്ട് റേദർ ദാൻ എ സയൻസ് എന്നുള്ളതാണ് എനിക്ക് പറയാനുള്ളത്. അപ്പോൾ വൺസ് നമ്മുടെ വാല്യുവേഷൻ ഫിക്സ് ആയി കഴിഞ്ഞാലാണ് ബാക്കി ഇതിനെ നമ്മൾ സയൻറ്റിഫിക് ആക്കുന്നത്. അപ്പോൾ എപ്പോഴും വാല്യുവേഷൻ എന്ന് പറയുന്നത് നമ്മുടെ കമ്പനിയുടെ പ്രൈസ് ടാഗ് നമ്മൾ നെഗോഷിയേഷനിലൂടെയാണ് മോസ്റ്റ് ഓഫ് ദി ടൈം ഫിക്സ് ചെയ്യുക. അപ്പോൾ വാല്യുവേഷനിൽ 2 കൈൻഡ് ഓഫ് വാല്യുവേഷൻ ഉണ്ട്, പ്രീ മണി വാല്യുവേഷനും പോസ്റ്റ് മണി വാല്യുവേഷനും. പ്രീ മണി വാല്യുവേഷൻ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മൾ ഫണ്ട് റേസ് ചെയ്യുന്നതിന് മുന്നേ നമ്മൾ വാല്യൂ ചെയ്യുന്നതാണ് പ്രീ മണി വാല്യുവേഷൻ. ആ പ്രീ മണി വാല്യുവേഷൻ പ്ലസ് എത്ര എമൗണ്ട് ആണോ നമ്മൾ റേസ് ചെയ്യുന്നത്, അല്ലെങ്കിൽ എത്രയാണോ നമുക്ക് ഇൻവെസ്റ്റ്മെൻറ്റ് കിട്ടിയിട്ടുള്ളത്, ഇത് രണ്ടും കൊണ്ട് സമ്മ് ചെയ്തിട്ടുള്ള എമൗണ്ട് ആണ് പോസ്റ്റ് മണി അഥവാ പോസ്റ്റ് മണി വാല്യുവേഷൻ. അതുപോലെ മറ്റൊരു ഇമ്പോർട്ടൻറ്റ് ടേമാണ് ക്യാപ് ടേബിൾ. ക്യാപ് ടേബിൾ എന്ന് പറയുന്നത് ബേസിക്കലി നിങ്ങളുടെ ക്യാപിറ്റൽ സ്ട്രക്ചറാണ്. അതായത് നിങ്ങളുടെ ടേബിൾ ഓഫ് ഷെയർ ഹോൾഡേഴ്സ്, നിങ്ങളുടെ കമ്പനിയുടെ 100% ഷെയർ, എത്രയൊക്കെ പെർസെൻറ്റേജ് ഷെയർ, എത്രയൊക്കെ ഇക്വിറ്റീസ് ആരൊക്കെ ഹോൾഡ് ചെയ്യുന്നുണ്ട് എന്ന് പറയുന്ന ടേബിളിനെയാണ് നമ്മൾ ക്യാപ് ടേബിൾ എന്ന് പറയുക. എപ്പോഴും ഇൻവെസ്റ്റേഴ്സ് ഇനീഷ്യലി ക്യാപ് ടേബിൾ ചോദിക്കാറുണ്ട്, ക്യാപ് ടേബിൾ എത്രത്തോളം വൃത്തി ഉണ്ട് എന്ന് അറിയാൻ വേണ്ടിയിട്ട്. അപ്പോൾ വൃത്തി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അതിലെ നമ്പർ ഓഫ് പീപ്പിൾ തന്നെയാണ് അതിൻ്റെ ക്ലീൻലിനെസ്. ഇനീഷ്യൽ സ്റ്റേജിൽ ഒരുപാട് പേരെ ക്യാപ് ടേബിളിൽ ഇൻക്ലൂഡ് ചെയ്യാതിരിക്കുക, അത് ഫ്യൂച്ചറിൽ ഒരു റെഡ് ഫ്ലാഗ് ആയിട്ട് മാറാനുള്ള സാധ്യത വളരെ കൂടുതലാണ്. ഫണ്ട് റേസ് ചെയ്യുമ്പോൾ ഈ പറഞ്ഞ ടേംസിൻ്റെ കൂടെ തന്നെ നിങ്ങൾ അറിയേണ്ട മറ്റൊരു ടേമാണ് ESOP. ESOP എന്നുള്ളത് നിങ്ങൾ കേട്ടിട്ടുണ്ടാവും, എംപ്ലോയി സ്റ്റോക്ക് ഓപ്ഷൻ പ്രോഗ്രാം. അപ്പോൾ ESOP എന്ന് പറയുന്നത്, ESOP പോളിസി, ESOP സ്ട്രക്ചറൊക്കെ നമ്മൾ പഠിക്കണം. നമ്മുടെ ഓർഗനൈസേഷൻ്റെ സ്കെയിലിങ്ങിൽ അല്ലെങ്കിൽ അതിനെ ഒരു ബെറ്റർ സ്റ്റേജിലേക്ക് കൊണ്ടുപോകുമ്പം ESOP പൂൾ ചെയ്യുക എന്ന് പറയുന്നത് വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള കാര്യമാണ്. അപ്പോൾ എപ്പോഴും ഇൻവെസ്റ്റേഴ്സ് പ്രിഫർ ചെയ്യുന്നത് ഇൻവെസ്റ്റേഴ്സ് എമൗണ്ട് കമ്പനിയിലേക്ക് വരുന്നതിൻ്റെ മുന്നേ, അതായത് ഇൻവെസ്റ്റ്മെൻറ്റ് കമ്പനിയിലേക്ക് വരുന്നതിൻ്റെ മുന്നേ ESOP പൂൾ ചെയ്യുക എന്നുള്ളതാണ്. കാരണം അവർക്ക് അവരുടെ ഇക്വിറ്റി ESOPിലേക്ക് ഡൈല്യൂട്ട് ആവുന്നതിൽ താല്പര്യം ഉണ്ടാവില്ല. അപ്പോൾ അവരെപ്പോഴും സജസ്റ്റ് ചെയ്യുക, ഇൻ കേസ് നിങ്ങൾ ESOP പൂൾ ചെയ്തിട്ടില്ലെങ്കിൽ പോലും ഒരു ബിഗർ റൗണ്ടിൽ നിങ്ങൾ ഫണ്ട് റേസ് ചെയ്യുകയാണെന്നുണ്ടെങ്കിൽ ഇൻവെസ്റ്റേഴ്സ്, അവർ ടിപ്പിക്കലി സ്റ്റാർട്ടപ്സിൽ ഇൻവെസ്റ്റ് ചെയ്ത് വരുന്ന ആൾക്കാരാണ് എന്നുണ്ടെങ്കിൽ അവർ നിങ്ങളോട് സജസ്റ്റ് ചെയ്യും ESOP പൂൾ ചെയ്യാൻ വേണ്ടിയിട്ട്. അപ്പോൾ ടിപ്പിക്കലി കമ്പനിയുടെ ഒരു 10 to 15% ഓഫ് ഷെയർസ് ആണ് നമ്മൾ ESOPിലേക്ക് മാറ്റി വെക്കുക. അതുപോലെ വളരെ ക്രൂഷ്യൽ ആയിട്ടുള്ള മറ്റൊരു കാര്യമാണ് കമ്പനിയുടെ റൺവേ, അതുപോലെ കമ്പനിയുടെ ബേൺ റേറ്റും. ബേൺ റേറ്റ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നിങ്ങൾ ഏത് റേറ്റിലാണ് കമ്പനിയിലെ എമൗണ്ട് ബേൺ ചെയ്തുകൊണ്ടിരിക്കുന്നത്. ബേസിക്കലി നിങ്ങളുടെ മന്ത്ലി സ്പെൻഡിങ് ആണ് അവിടെ അനലൈസ് ചെയ്യപ്പെടുന്നത്. അത് വെച്ചിട്ട് തന്നെ നിങ്ങൾക്ക് എത്ര മാസം ഇനി നിങ്ങൾക്ക് സ്പെൻഡ് ചെയ്യാനുള്ള എമൗണ്ട് നിങ്ങളുടെ അക്കൗണ്ടിൽ ഉണ്ട്, അതാണ് നിങ്ങളുടെ റൺവേ. എത്ര മാസം ഇനി നിങ്ങൾക്ക് ഫണ്ട് റേസ് ചെയ്യാതെ മുന്നോട്ട് പോകാൻ പറ്റുന്നത്. ഇത് എന്തുകൊണ്ട് ഇമ്പോർട്ടൻ്റ് ആണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ, ഏത് ഇൻവെസ്റ്റേഴ്സ് ആണെന്നുണ്ടെങ്കിൽ, അവർ സ്റ്റാർട്ടപ്പിൽ ഇൻവെസ്റ്റ് ചെയ്ത് എക്സ്പീരിയൻസ് ഉള്ള ഇൻവെസ്റ്റേഴ്സ് ആണെന്നുണ്ടെങ്കിൽ അവർക്ക് നിങ്ങളുടെ റൺവേ മനസ്സിലായി കഴിഞ്ഞാൽ നിങ്ങൾ എത്രത്തോളം ഡെസ്പറേറ്റ് ആണെന്നുള്ളത് മനസ്സിലാവും. നിങ്ങൾ ഡെസ്പറേറ്റ് ആണ് എന്നുള്ളത് അവർക്ക് മൈൽസ് എഗോ തന്നെ അവർക്ക് മനസ്സിലാക്കാൻ പറ്റും എന്നുള്ളതാണ് സത്യാവസ്ഥ. അത് നിങ്ങളുടെ ഫസ്റ്റ് പിച്ചിൽ തന്നെ മനസ്സിലാവും നിങ്ങളുടെ ഡെസ്പറേഷൻ എത്രത്തോളം ഉണ്ട് എന്നുള്ളത്. ആ ഡെസ്പറേഷൻ അവർക്ക് മനസ്സിലായി കഴിഞ്ഞാൽ നിങ്ങളുടെ വാല്യുവേഷനെ അത് ബാധിക്കാനുള്ള സാധ്യത വളരെ കൂടുതലാണ്. അപ്പം നിങ്ങൾ ഡെസ്പറേറ്റ് അല്ല എന്നുള്ളതും നിങ്ങൾക്ക് ഒരുപാട് റൺവേ ഉണ്ട് എന്നുള്ളതും നിങ്ങൾ ഉറപ്പ് വരുത്തണം. ആ ഒരു സിറ്റുവേഷനിലായിരിക്കണം നിങ്ങൾ ഫണ്ട് റേസ് ചെയ്യേണ്ടതും. ഡു നോട്ട് റേസ് ഫണ്ട്സ് വെൻ യു ആർ ഡെസ്പറേറ്റ് ടു ഗെറ്റ് ഫണ്ട് എന്നുള്ളതാണ്. അതുപോലെ ഒരു ഗുഡ് പ്രാക്ടീസ്, എനിക്ക് ബെനിഫിഷ്യൽ ആണ് എന്ന് തോന്നിയിട്ടുള്ള ഒരു ഗുഡ് പ്രാക്ടീസും കൂടെ ഷെയർ ചെയ്യാൻ ആഗ്രഹിക്കുകയാണ്. ഞാൻ 100-ൽ കൂടുതൽ ഇൻവെസ്റ്റേഴ്സിൻ്റെ അടുത്ത് പിച്ച് ചെയ്തിട്ടുണ്ട്. ഞാൻ നേരത്തെ പറഞ്ഞതുപോലെ തന്നെ എനിക്ക് ഫണ്ട് റേസ് ചെയ്യാൻ ഒരു സമയത്ത് പറ്റിയിട്ടില്ലായിരുന്നു. പിന്നീട് കമ്പനി അത്യാവശ്യം വളർന്നൊരു ട്രാക്ഷനൊക്കെ ആയപ്പോൾ നമുക്ക് ഇൻവെസ്റ്റേഴ്സ് റിവേഴ്സ് പിച്ച് ചെയ്യാൻ തുടങ്ങി എന്നുള്ളതാണ് സത്യം. പക്ഷേ ഇൻവെസ്റ്റേഴ്സിൻ്റെ അടുത്ത് പിച്ച് ചെയ്തതിൽ ഓരോ പിച്ചും ഇൻ്റർവെലിൻ്റെ ഗ്രോത്തിൽ വളരെ വാല്യുബിൾ ആയിരുന്നു. അവർ തന്നിട്ടുള്ള ഇൻസൈറ്റ്സ്, അവർ ചോദിച്ചിട്ടുള്ള ചോദ്യങ്ങൾ, അവർ മുന്നോട്ട് വെച്ചിട്ടുള്ള ചാലഞ്ചസ്, അവർ മുന്നോട്ട് വെച്ചിട്ടുള്ള സ്കെയിലബിലിറ്റി ഇഷ്യൂസ്, ഇതൊക്കെ ഇൻ്റർവെൽ ബിൽഡ് ചെയ്യുന്നതിൽ ഒരുപാട് എന്നെ ഹെൽപ്പ് ചെയ്തിട്ടുണ്ട്. അപ്പോൾ എപ്പോഴും ഇൻവെസ്റ്റേഴ്സ് ചോദിക്കുന്ന ചോദ്യങ്ങൾ അതിനൊരു FAQ പോലെ പ്രിപ്പയർ ചെയ്യുക. എന്നിട്ട് അത് നിങ്ങൾ നെക്സ്റ്റ് ടൈം ഒരു ഇൻവെസ്റ്റർ അടുത്ത് പോകുമ്പോൾ ആ ക്വസ്റ്റ്യൻ ചോദിച്ചു കഴിഞ്ഞാൽ നിങ്ങളുടെ അടുത്തൊരു ഉത്തരം ഉണ്ടാവും എന്നുള്ളത് നിങ്ങൾ ഉറപ്പ് വരുത്തുക. അപ്പോൾ അങ്ങനെ ഇതൊരു ഹാബിറ്റാക്കി മാറ്റുന്നതിലൂടെ ഒരു സമയം എത്തുമ്പോൾ ഒരു ഇൻവെസ്റ്റേഴ്സിനും നിങ്ങളുടെ അടുത്ത്
നിങ്ങളെ ചാലഞ്ച് ചെയ്യാൻ അല്ലെങ്കിൽ നിങ്ങളെടുത്ത് ചോദിക്കാൻ അല്ലെങ്കിൽ നിങ്ങളെ ഉത്തരം മുട്ടിക്കാൻ ഒരു ചോദ്യം ഉണ്ടാവില്ല എന്നുള്ളതാണ് സത്യാവസ്ഥ. ആ സമയമാകുമ്പോഴേക്കും നിങ്ങളുടെ സ്റ്റാർട്ടപ്പ് ഒരുപാട് വളർന്നിട്ടുണ്ടാവും. ആ സമയമാകുമ്പോഴേക്കും ഒരുപാട് ഇൻവെസ്റ്റേഴ്സ് നിങ്ങളുടെ ലിങ്ക്ഡിൻ അക്കൗണ്ടിൽ നിങ്ങളുടെ ഇൻബോക്സിൽ വന്നെത്തിയിട്ടുണ്ടാവും. അത് എനിക്ക് ഒരുപാട് ഗെയിൻ ചെയ്തിട്ടുള്ളൊരു ഇൻസൈറ്റ് ആയതുകൊണ്ടും കൂടെയാണ് ഞാൻ നിങ്ങൾക്ക് ഷെയർ ചെയ്യുന്നത്. അപ്പോൾ അതൊരു ഹാബിറ്റ് ആവാനും വേണ്ടിയിട്ട് എല്ലാവരും ശ്രമിക്കുക. അതുപോലെ പിച്ച് ചെയ്യുമ്പോൾ ഇൻവെസ്റ്റേഴ്സിൻ്റെ അടുത്ത് നിങ്ങൾ ശ്രദ്ധിക്കേണ്ട കുറച്ച് കാര്യങ്ങളുണ്ട്. കുറച്ച് ഗ്രീൻ ഫ്ലാഗ്സ് അല്ലെങ്കിൽ കുറച്ച് റെഡ് ഫ്ലാഗ്സും കൂടെ ഞാൻ മെൻഷൻ ചെയ്യാൻ ആഗ്രഹിക്കുകയാണ്. ഫസ്റ്റ് വൺ, നിങ്ങളുടെ പിച്ച് ഡെക്ക് മാക്സിമം ക്രിസ്പ് ആക്കുക എന്നുള്ളതാണ്. നിങ്ങൾക്ക് പല വേർഷൻസ് ഓഫ് പിച്ച് ഡെക്ക് വേണം. നിങ്ങളൊരു കോമൺ പിച്ച് ഡെക്ക് ഒരു ഡിസൈനറെ കൊണ്ട് ഉണ്ടാക്കിയിട്ട് എല്ലാ ഇൻവെസ്റ്റേഴ്സിനും ഇത് അയക്കുന്ന പ്രവണത ഉണ്ടാവാൻ പാടില്ല. നിങ്ങൾക്ക് എന്ത് ചെയ്യുക, പല വേർഷൻസ് ഓഫ് പിച്ച് ഡെക്ക് നിങ്ങൾ ക്രിയേറ്റ് ചെയ്യുക. അത് ഇൻഡിവിജ്വൽസ് ആണെങ്കിൽ അവർക്ക് അയക്കേണ്ടത് ഡിഫറെൻ്റ് ആണ്, അത് ഏഞ്ചൽ ഗ്രൂപ്പ് ആണെങ്കിൽ ഡിഫറെൻ്റ് ആണ്, VC ആണെങ്കിൽ ഡിഫറെൻ്റ് ആണ്. ഈവൻ അവരുടെ പ്രീവിയസ് ഇൻവെസ്റ്റ്മെൻറ്റ്സും അവരുടെ ഇൻവെസ്റ്റ്മെൻറ്റ് തീസിസും റിസർച്ച് ചെയ്ത് കണ്ടുപിടിച്ചിട്ട് അതിനനുസരിച്ച് വരെ പിച്ച് ഡെക്കിൽ പുതിയ വേർഷൻസ് ക്രിയേറ്റ് ചെയ്യാൻ നിങ്ങൾക്ക് പറ്റണം. അപ്പോൾ ഒരു കോമൺ പിച്ച് ഡെക്ക് എല്ലാവർക്കും അയക്കുന്ന രീതി മാറ്റിയിട്ട് നിങ്ങൾ ഇൻവെസ്റ്റേഴ്സിനെ പഠിച്ചിട്ട് അവരുടെ പ്രൊഫൈല് റിസർച്ച് ചെയ്തിട്ട് അവരുടെ പ്രീവിയസ് ഇൻവെസ്റ്റ്മെൻറ്റ്സ് നോക്കിയിട്ട് അവർക്കും വേണ്ടിയിട്ട് കസ്റ്റം പിച്ച് ഡെക്സ് ക്രിയേറ്റ് ചെയ്യുക. ഞാൻ 100+ പിച്ച് ഡെക്ക് വേർഷൻസ് ഉണ്ടാക്കിയിട്ടുണ്ട് എന്നുള്ളതാണ് സത്യം. എൻ്റെ ക്യാൻവ ഇപ്പോഴും 102, 103.1 എന്നിട്ടുള്ള നമ്പേഴ്സൊക്കെ എനിക്ക് ഇപ്പോഴും മനസ്സിലുണ്ട്. അത്രയും പിച്ച് ഡെക്സ് നമുക്ക് റെലവൻ്റ് ആണ്. അത്രയും പിച്ച് ഡെക്സ് ഉണ്ടാക്കുന്ന ആ ഒരു പ്രോസസ്സിലൂടെ നിങ്ങൾ പഠിക്കുന്ന കാര്യങ്ങൾ ഒരുപാടായിരിക്കും. നിങ്ങൾ ഇത് ഡിസൈൻ ചെയ്യണം എന്ന് പറയുമ്പോൾ നിങ്ങൾ ഫോട്ടോഷോപ്പ് ഉപയോഗിച്ചിട്ട് പിച്ച് ഡെക്ക് ഉണ്ടാക്കണം എന്ന് ഞാൻ പറയുന്നില്ല. പിച്ച് ഡെക്ക് എപ്പോഴും ക്യാൻവയിൽ ഒരു സിമ്പിൾ ടെംപ്ലേറ്റ് ആയിട്ട് ഒരു ഫൗണ്ടർക്ക് എപ്പോഴും എഡിറ്റ് ചെയ്യാൻ പറ്റുന്ന രീതിയിലായിരിക്കണം നിങ്ങൾ പിച്ച് ഡെക്ക് ഉണ്ടാക്കുന്നത്. കാരണം ഓരോ പിച്ച് കഴിയുമ്പോഴും നിങ്ങൾക്ക് അതിൽ എഡിറ്റുകൾ വരുത്താനുണ്ടാവും. ഇതിനൊന്നും ഡിസൈനേഴ്സിന് ഡിപ്പെൻഡ് ചെയ്യുന്ന ഒരു സിറ്റുവേഷൻ ഉണ്ടാക്കരുത്. സോ കീപ് ഇറ്റ് സിമ്പിൾ ആൻഡ് ഓൾവേസ് ക്രിയേറ്റ് ഇറ്റ് ഇൻ ക്യാൻവ. അതുപോലെ അൺറിയലിസ്റ്റിക് പ്രൊജക്ഷൻസ് എന്ന് പറയുന്നത് വലിയൊരു തെറ്റാണ് നിങ്ങൾ ചെയ്യുന്നത്. അതായത് നിങ്ങൾക്ക് ഒരു പക്ഷേ നിങ്ങൾ CA-ക്കാരടുത്ത് റിക്വസ്റ്റ് ചെയ്തത് പ്രകാരം അവരൊരു പ്രൊജക്ഷൻ ഉണ്ടാക്കി തന്നിട്ടുണ്ടാവും, അല്ലെങ്കിൽ നിങ്ങളൊരു 5 ഇയർ പ്രൊജക്ഷനൊക്കെ വെരി ഏർലി സ്റ്റേജിൽ ബിൽഡ് ചെയ്തിട്ടുണ്ടാവും. അത്തരത്തിലുള്ള തെറ്റുകൾ ചെയ്യാതിരിക്കുക. നിങ്ങൾ ഒരുപാട് ഇനീഷ്യൽ സ്റ്റേജിലാണെന്നുണ്ടെങ്കിൽ ഒരു 12 to 18 months റിയലിസ്റ്റിക് പ്രൊജക്ഷനാണ് ഒരു 5 ഇയറിൻ്റെ അൺറിയലിസ്റ്റിക് പ്രൊജക്ഷനേക്കാളും എപ്പോഴും ബെറ്റർ. അപ്പോൾ നമ്മൾ എന്ത് പ്രൊജക്ഷൻ ബിൽഡ് ചെയ്യുകയാണെന്നുണ്ടെങ്കിൽ അത് 1 ഇയർ ആവട്ടെ 5 ഇയർ ആവട്ടെ, അതിൽ കുറച്ചും കൂടെ റിയലിസ്റ്റിക് ആണ് എന്നുള്ളത് ഉറപ്പ് വരുത്താൻ വേണ്ടിയിട്ട് നിങ്ങൾ ശ്രദ്ധിക്കുക. അല്ലാതെ നമ്പേഴ്സ് കുറച്ച് ബേസിക് നമ്പേഴ്സ് ഇട്ടിട്ട് അതിൽ ഗൂഗിൾ ഷീറ്റിലൊരു അല്ലെങ്കിൽ മൈക്രോസോഫ്റ്റ് എക്സലിൽ ഒരു ഇക്വേഷൻ ക്രിയേറ്റ് ചെയ്തിട്ട് അതിനെ മൾട്ടിപ്ലൈ ചെയ്ത് അവസാനം നിങ്ങൾ 5 വർഷം കൊണ്ട് ഒരു $1 ബില്യൺ കമ്പനിയാവും, യൂണിക്കോൺ ആവും എന്നുള്ള രീതിയിലുള്ള പ്രൊജക്ഷൻസ്, അതൊരു പക്ഷെ നിങ്ങളുടെ കോൺഫിഡൻസ് ആയിരിക്കും. പക്ഷെ നമ്മൾ പിച്ച് ചെയ്യുക എന്ന് പറയുന്നത് ഓപ്പോസിറ്റ് ഉള്ള ആൾക്ക്, അതായത് ആരെടുത്താണോ നമ്മൾ പിച്ച് ചെയ്യുന്നത് അവർക്കും കൂടെ കൺവിൻസ് ആണ് എന്നുള്ളത് ഉറപ്പ് വരുത്തേണ്ട റെസ്പോൺസിബിലിറ്റി നമുക്കുണ്ട്. ഇനി ഇതിനെല്ലാം പുറമെ ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള കാര്യം ഫൗണ്ടറിൻ്റെ ട്രെയ്റ്റ്സ് ആണ്. നമ്മളുടെ വാല്യൂസ്, അതുപോലെ തന്നെ നമ്മളുടെ ഹോണസ്റ്റി, ഇതൊക്കെ വളരെ ഈസിലി ഫൗണ്ടേഴ്സിന് എന്ന് മാത്രമല്ല ഇൻവെസ്റ്റേഴ്സിനും സെൻസ് ചെയ്യാൻ പറ്റും എന്നുള്ളതാണ്. അത് ഒരു ഫൗണ്ടർക്ക് മറ്റൊരു ഫൗണ്ടറിൻ്റെ വാല്യൂസ് ഈസിലി സെൻസ് ചെയ്യാൻ പറ്റും. അതുപോലെ തന്നെ ഇൻവെസ്റ്റേഴ്സിനും ഒരു ഫൗണ്ടറിൻ്റെയോ അല്ലെങ്കിൽ ഒരു ഫൗണ്ടർ ടീമിൻ്റെയോ വാല്യൂസും അവരുടെ ഹോണസ്റ്റി അതുപോലെ തന്നെ അവരുടെ പ്രിൻസിപ്പിൾസ് ഈസിലി സെൻസ് ചെയ്യാൻ പറ്റും എന്നുള്ളതാണ്. അതുകൊണ്ട് തന്നെ നിങ്ങൾ പിച്ച് ചെയ്യുമ്പോൾ ഒരുപാട് എക്സാഗ്രേറ്റ് ചെയ്യാതിരിക്കുക. ബേസിക്കലി ഡോണ്ട് ബുൾഷിറ്റ്. അത് ഒരു ഇൻവെസ്റ്റേഴ്സും ഇഷ്ടപ്പെടുന്ന കാര്യമല്ല. കാരണം അവർ തൗസൻഡ്സ് ഓഫ് പിച്ചേഴ്സ് കേട്ടിട്ടുള്ളതായിരിക്കും, ഇത്തരം ബുൾഷിറ്റ്സ് ഒക്കെ അവർ ഒരുപാട് കേട്ടിട്ടുള്ളതായിരിക്കും. അതുകൊണ്ട് ബി ഹോണസ്റ്റ്, ബി ട്രൂ ആൻഡ് ബേസിക്കലി ബി റോ എന്നുള്ളതാണ് നിങ്ങളുടെ അടുത്ത് എനിക്ക് പറയാനുള്ളത്. എനിക്ക് ഒരുപാട് ഇൻവെസ്റ്റേഴ്സ് പോസിറ്റീവ് ഫീഡ്ബാക്ക് തന്നിട്ടുള്ളതും ഞാൻ വളരെ റോ ആയിട്ട് സംസാരിച്ചപ്പോഴാണ്. അതുപോലെ നിങ്ങൾ ശ്രദ്ധിക്കേണ്ട മറ്റൊരു കാര്യം, നിങ്ങൾ പിച്ച് ചെയ്യുമ്പോൾ നിങ്ങളുടെ ഫൗണ്ടിങ് ടീമിലുള്ള എല്ലാവരും ഓൾറെഡി ഫുൾ ടൈം കമ്മിറ്റഡ് ആണ് എന്നുള്ളത് നിങ്ങൾ ഉറപ്പ് വരുത്തുക. ഫുൾ ടൈം കമ്മിറ്റഡ് അല്ലാത്ത ഒരാളുടെ പിച്ച് എന്ന് പറയുന്നത് അവർക്ക് ഭയങ്കര വലിയൊരു റെഡ് ഫ്ലാഗ് ആണ്. അതിനി ഫ്യൂച്ചറിൽ കമ്മിറ്റ്മെൻറ്റ് ഉള്ള സമയത്ത് പിച്ച് ചെയ്താൽ പോലും അവർക്കൊരു റെഡ് ഫ്ലാഗ് ആണ് എന്നുള്ളത് ചില ഇൻവെസ്റ്റേഴ്സ് എൻ്റെ അടുത്ത് സൂചിപ്പിച്ചിട്ടുണ്ട്. അപ്പം എല്ലാ ഫൗണ്ടേഴ്സും ഫുൾ ടൈം കമ്മിറ്റഡ് ആണ് എന്നുള്ളതും നിങ്ങൾ ആക്ച്വലി യുവർ സ്കിൻ ഈസ് ഇൻ ദി ഗെയിം എന്നുള്ളത് ഫൗണ്ടേഴ്സ് ഇൻവെസ്റ്റേഴ്സിൻ്റെ അടുത്ത് പ്രൂവ് ചെയ്യേണ്ടതുണ്ട്. അടുത്തൊരു ഇമ്പോർട്ടൻറ്റ് ഘടകം ഫൗണ്ടേഴ്സിൻ്റെ റെസീലിയൻസ് ആണ്. ഫൗണ്ടേഴ്സിൻ്റെ റെസീലിയൻസ് ടെസ്റ്റ് ചെയ്യാനും വേണ്ടിയിട്ട് ഇൻവെസ്റ്റേഴ്സ് പല രീതിയിലുള്ള ഗെയിംസ് കളിക്കാറുണ്ട്. എൻ്റെ അടുത്ത ആൾക്കാർ പല രീതിയിൽ ഇത് പറഞ്ഞിട്ടുണ്ട്. ഞാൻ ഇന്ന ചോദ്യം ചോദിച്ചത് എൻ്റെ റെസീലിയൻസ് നോക്കാനാണ്, അല്ലെങ്കിൽ ഇന്ന ആക്ടിവിറ്റി ചെയ്തത്, ഇന്ന കാര്യം ഞാൻ പ്രസൻറ്റ് ചെയ്തത് എൻ്റെ റെസീലിയൻസ് നോക്കാനാണെന്നുള്ളതൊക്കെ ഹോണസ്റ്റ്ലി പിന്നീട് ഒരു ഫ്രണ്ട്ഷിപ്പ് സർക്കിൾ ക്രിയേറ്റ് ചെയ്യുമ്പോൾ ഇൻവെസ്റ്റേഴ്സ് എൻ്റെ അടുത്ത് ഷെയർ ചെയ്തിട്ടുണ്ട്. ഞാൻ അന്ന് നിൻ്റെ അടുത്ത് സംസാരിച്ചത് ഇതിനായിരുന്നു എന്നുള്ളതൊക്കെ. അപ്പോൾ ബേസിക്കലി നമ്മൾ നോ എന്ന് പറയുന്ന ഒരു വേർഡ് അതിനെ എങ്ങനെ ആക്സെപ്റ്റ് ചെയ്യുന്നു അല്ലെങ്കിൽ അതിനെ എങ്ങനെ എടുക്കുന്നു, ആ ഒരു നോനെ നമ്മൾ എങ്ങനെ നാളെ യെസ് ആക്കി മാറ്റാൻ വേണ്ടിയിട്ട് വർക്ക് ചെയ്യുന്നു എന്നൊക്കെ ഉള്ളത് ഇൻവെസ്റ്റേഴ്സ് വളരെ ക്ലോസ്ലി വാച്ച് ചെയ്യും.
എൻ്റെ അടുത്ത് നോ എന്ന് പറഞ്ഞിട്ടുള്ള ഒരുപാട് ഇൻവെസ്റ്റേഴ്സ് പിന്നീട് എൻ്റെ അടുത്ത് ഇങ്ങോട്ട് സമീപിച്ചിട്ടുണ്ട്. ഞാൻ അന്ന് നോ എന്ന് പറഞ്ഞിരുന്നത് ഇന്ന് വന്നിട്ട് യെസ് പറയാനാണ് എന്നുള്ളത്. അതൊരിക്കലും അവർ ഗെയിം കളിക്കുകയല്ല, അവർ നമ്മുടെ റെസീലിയൻസ് ഇവാലുവേറ്റ് ചെയ്യുക തന്നെയാണ്. സോ അത്തരത്തിലുള്ള ടെസ്റ്റുകൾ നമ്മൾ പാസ് ആവണം എന്നുണ്ടെങ്കിൽ നമുക്ക് റെസീലിയൻസ് നമ്മൾ കാണിച്ചാൽ മാത്രം പോരാ, നമുക്കുള്ളിൽ ആ ഒരു റെസീലിയൻസ് ബിൽഡ് ചെയ്യാൻ പറ്റണം. അത് പറ്റിയതിന് ശേഷം മാത്രം നമ്മൾ ഇൻവെസ്റ്റേഴ്സിൻ്റെ അടുത്ത് പോവുക എന്നുള്ളതാണ് എനിക്ക് സജസ്റ്റ് ചെയ്യാനുള്ളത്. വിച്ച് മീൻസ് ഐഡിയലി നമ്മുടെ ഐഡിയയിലും നമ്മുടെ പ്രൊഡക്റ്റിലും നമ്മുടെ മാർക്കറ്റിലും നമ്മുടെ ടീമിലും നമുക്ക് കോൺഫിഡൻസ് വേണം. എന്ത് നോ കേട്ട് കഴിഞ്ഞാലും അല്ലെങ്കിൽ എത്ര നോ കേട്ട് കഴിഞ്ഞാലും മുന്നോട്ട് പോകാനുള്ള ഒരു വിൽ പവർ നമുക്ക് വേണം. ആ വിൽ പവർ നമുക്ക് നമ്മുടെ ഇൻവെസ്റ്റേഴ്സിന് മുന്നിൽ ഷോക്കേസ് ചെയ്യാൻ പറ്റണം. അതുപോലെ മറ്റൊരു ഇമ്പോർട്ടൻറ്റ് ഘടകമാണ് കോ ഫൗണ്ടേഴ്സിൻ്റെ കോമ്പീറ്റൻസി. നമ്മുടെ കോ ഫൗണ്ടിങ് ടീമിലുള്ള അല്ലെങ്കിൽ ഫൗണ്ടിങ് ടീമിലുള്ള ഓരോ വ്യക്തികളുടെയും കോമ്പീറ്റൻസി ഇൻവെസ്റ്റേഴ്സ് വളരെ ക്രൂഷ്യലായിട്ട് വളരെ ക്രിട്ടിക്കലായിട്ട് ഇവാലുവേറ്റ് ചെയ്യും എന്നുള്ളതാണ് സത്യാവസ്ഥ. അപ്പം നമ്മുടെ ടീം കുറച്ച് പ്രിപ്പയർ ആയിട്ട് വേണം പോകാൻ. മേ ബി ബേസിക്കലി ഫസ്റ്റ് റൗണ്ടിൽ ഒരു ഫൗണ്ടർ ആയിരിക്കും ഇൻവെസ്റ്റ്മെൻറ്റ് പിച്ച് ചെയ്യുക. പക്ഷേ ഇത് ക്ലോസ് ചെയ്യുന്നതിന് മുന്നേ അല്ലെങ്കിൽ ഒരു ടേം ഷീറ്റ് സൈൻ ചെയ്യുന്നതിന് മുന്നേ കുറച്ച് എസ്റ്റാബ്ലിഷ്ഡ് ആയിട്ടുള്ള എക്സ്പീരിയൻസ്ഡ് ആയിട്ടുള്ള ഇൻവെസ്റ്റേഴ്സ് ആണെന്നുണ്ടെങ്കിൽ ഇവർ ഓരോ ഫൗണ്ടേഴ്സിൻ്റെയും കോമ്പീറ്റൻസി ഇവാലുവേറ്റ് ചെയ്യും എന്നുള്ളതാണ് സത്യാവസ്ഥ. അതുകൊണ്ട് നമ്മൾ വെൽ പ്രിപ്പയർഡ് ആയിരിക്കണം എന്നുള്ളതാണ്. ഒരു വെയ്ഗ് മെൻറ്റാലിറ്റിയോടുകൂടി അല്ലെങ്കിൽ ഒരു ലേസിനെസ്സോട് കൂടി ഒരിക്കലും ടീമിൽ ഒരാൾ പോലും ഇൻവെസ്റ്റേഴ്സിന് മുന്നിൽ ചെല്ലാതിരിക്കുക. അതോടൊപ്പം തന്നെ ഇൻവെസ്റ്റേഴ്സിൻ്റെ ഇടയിൽ അവരുമായിട്ടുള്ള കോൺവേഴ്സേഷൻസിൽ നിന്നും എനിക്ക് ലഭിച്ചിട്ടുള്ള കുറച്ച് ഇൻസൈറ്റ്സും കൂടെ അല്ലെങ്കിൽ കുറച്ച് ഇൻഡസ്ട്രി ട്രെൻഡ്സും കൂടെ ഞാൻ ഷെയർ ചെയ്യുകയാണ്. അതിലെ ഫസ്റ്റ് വൺ എന്ന് പറയുന്നത് ഇപ്പോൾ ഇൻവെസ്റ്റേഴ്സ് പ്രോഫിറ്റിനെ ചേസ് ചെയ്യുന്നു എന്നുള്ളതാണ്. ഒരു സമയം വരെ ഗ്രോത്ത് അറ്റ് എനി കോസ്റ്റ് അല്ലെങ്കിൽ ഗ്രോത്ത് അറ്റ് ഓൾ കോസ്റ്റ് എന്നുള്ള ഒരു ട്രെൻഡ് വളരെ കോമൺ ആയിരുന്നു. അങ്ങനെ നമ്മൾ ഒരുപാട് സ്റ്റാർട്ടപ്സ് എട്ടെക് ഉൾപ്പെടെ ഡിഫറെൻറ്റ് സെക്ടറിൽ എട്ടെക്കും ഫിൻടെക്കുമാണ് മേജർലി ഒരുപാട് സ്റ്റാർട്ടപ്സ് ഒരുപാട് പൈസ ബേൺ ചെയ്തിട്ട് ഗ്രോ ചെയ്യുന്നത് നമ്മൾ കണ്ടിട്ടുള്ളതാണ്. അതിലേക്ക് ഒരുപാട് റൗണ്ടുകളിലായിട്ട് ഹ്യൂജ് എമൗണ്ട് ഓഫ് ബില്യൺസ് ഫണ്ട് ഇൻവെസ്റ്റ് ചെയ്തിട്ടുള്ള VC ഫേംസും ഏഞ്ചൽ ഗ്രൂപ്പ്സും വരെ നമ്മുടെ നാട്ടിലുണ്ട്. എന്നാൽ ഇന്ന് ഇൻവെസ്റ്റേഴ്സിൻ്റെ തീസിസ് ഒരുപാട് മാറിയിരിക്കുകയാണ്. ഒരുപാട് സസ്റ്റൈനബിൾ ആയിട്ടുള്ള ഓർഗനൈസേഷൻസിലേക്ക് ഫോക്കസ് കൊടുക്കാൻ ഇന്ന് ഇൻവെസ്റ്റേഴ്സ് ശ്രദ്ധിക്കുന്നുണ്ട്. എസ്പെഷ്യലി ഏഞ്ചൽ ഇൻവെസ്റ്റേഴ്സ് അവർ കുറച്ചും കൂടെ പ്രോഫിറ്റബിൾ ആവുന്ന കമ്പനിയിലാണ് ഇന്ന് ഇൻവെസ്റ്റ് ചെയ്യാൻ ആഗ്രഹിക്കുന്നത് എന്നുള്ളത് ഒരുപാട് പേര് ഷെയർ ചെയ്തിട്ടുള്ള ഒരു കാര്യമാണ്. അതുകൊണ്ട് തന്നെ ഗ്രോത്ത് അറ്റ് എനി കോസ്റ്റ് എന്ന് പറയുന്ന ആ ഒരു ട്രെൻഡ് ഇന്ന് നിലവിലില്ല എന്നുള്ളത് കൂടെ നിങ്ങൾ മനസ്സിലാക്കുക. അതുപോലെ ഇന്ന് വളരെ വലിയൊരു ബസ് വേർഡായിട്ട് മാറിയിരിക്കുകയാണ് AI എന്നുള്ളത്. AI ഡിഫറെൻറ്റ് രീതിയിൽ പെർസീവ് ചെയ്യുന്ന ഇൻവെസ്റ്റേഴ്സ് ഉണ്ട്. AI എന്ന് പറയുന്നത് നെക്സ്റ്റ് ബിഗ് തിങ് ആണ് എന്നുള്ള രീതിയിൽ ബ്ലൈൻഡ്ലി ഇൻവെസ്റ്റ് ചെയ്യുന്ന ഇൻവെസ്റ്റേഴ്സും ഉണ്ട്. എന്നാൽ AI ഒരു ഡിസിഷൻ എടുക്കാൻ ആ ഇൻഡസ്ട്രി ആയിട്ടില്ല. നമുക്കിപ്പോൾ വാച്ച് ചെയ്യാം, കുറച്ചും കൂടെ നമ്മൾ അനലൈസ് ചെയ്തിട്ട് എന്തിനൊക്കെ ഫ്യൂച്ചർ ഉണ്ട് എന്നുള്ളത് നോക്കിയിട്ട് ഇൻവെസ്റ്റ് ചെയ്യാം എന്ന് പറയുന്ന ഇൻവെസ്റ്റേഴ്സും ഉണ്ട്. അപ്പോൾ AI ഒരു കറക്റ്റ് ആയിട്ടുള്ള ഒരു ട്രെൻഡ് ഇപ്പോഴും ഇവോൾവ് ആയി വന്നിട്ടില്ല. കുറച്ചും കൂടെ ഡീപ് ടെക് റിലേറ്റഡ് ആണെന്നുണ്ടെങ്കിൽ ഇൻവെസ്റ്റേഴ്സ് കൂടെ കുറച്ചും കൂടെ ഹെവിലി ഇൻവെസ്റ്റ് ചെയ്യുന്നുണ്ട്. പക്ഷേ AI ആസ് സർവീസ് കൊടുക്കുന്ന അല്ലെങ്കിൽ AI ജസ്റ്റ് ഇൻകോർപ്പറേറ്റ് ചെയ്തുകൊണ്ട് ബിൽഡ് ചെയ്തിട്ടുള്ള സ്റ്റാർട്ടപ്സിലൊക്കെ ഇൻവെസ്റ്റ്മെന്റ് വേണോ വേണ്ടേ എന്നുള്ളത് ഒരു ഹൈപ്പോത്തറ്റിക്കൽ ക്വസ്റ്റ്യൻ ആണ്. അത് കുറച്ചും കൂടെ ഫൗണ്ടേഴ്സിന്റെ കപ്പാസിറ്റിയും ഫൗണ്ടേഴ്സിന്റെ ഹിസ്റ്ററിയൊക്കെ ചെക്ക് ചെയ്തിട്ടാണ് ഇന്ന് ഇൻവെസ്റ്റേഴ്സ് ഇൻവെസ്റ്റ് ചെയ്യുന്നത്. അപ്പോൾ AI സ്റ്റിൽ എ ബസ്. AIയുടെ കാര്യത്തിൽ ഒരു കറക്റ്റ് ആയിട്ടുള്ള ആൻസർ ഇപ്പോഴും ഇവോൾവ് ആയിട്ട് വന്നിട്ടില്ല ഇൻ ടേംസ് ഓഫ് ഫണ്ടിങ്. അപ്പാർട്ട് ഫ്രം ഡീപ് ടെക് ഇന്ന് ക്ലൈമറ്റ് ടെക്കും ഹെൽത്ത് ടെക്കും വളരെ ബൂമിംഗ് ആണ്. ഒരുപാട് ഇൻവെസ്റ്റ്മെന്റ്സ് ഈ ഏരിയയിലും അതുപോലെ തന്നെ D2C ബ്രാൻഡ്സിലും വരുന്നുണ്ട് എന്നുള്ളതാണ് സത്യാവസ്ഥ. അപ്പോൾ ഇതൊക്കെയാണ് ഫണ്ട് റൈസിങ് റിലേറ്റഡ് ആയിട്ട് എനിക്ക് നിങ്ങളോട് പറയാനുള്ളത്. ഇതൊക്കെയാണ് ഇന്ന് മാർക്കറ്റിൽ സംഭവിച്ചു കൊണ്ടിരിക്കുന്നത് അല്ലെങ്കിൽ ഇതൊക്കെയാണ് നിങ്ങൾ അറിയേണ്ടതായിട്ടുള്ള കുറച്ച് ഫണ്ടമെന്റൽ പ്രിൻസിപ്പിൾസ്. വളരെ ബേസിക് ആയിട്ടുള്ള കാര്യങ്ങൾ മാത്രമേ ഞാൻ പറഞ്ഞിട്ടുള്ളൂ. ഇതിൽ പല ടോപ്പിക്സിലും നിങ്ങൾക്ക് ഇനി ഡൗട്ട് ഉണ്ടാവും. നിങ്ങൾക്ക് ഏതെങ്കിലും ടോപ്പിക്സിൽ ഇനി ഫെർദർ ഡീറ്റെയിൽഡ് ആയിട്ട് പോകണമെന്നുണ്ടെങ്കിൽ നിങ്ങൾ കമൻസിൽ മെൻഷൻ ചെയ്യുക. അങ്ങനെയാണ് എന്നുണ്ടെങ്കിൽ എനിക്ക് അറിയാവുന്ന കാര്യങ്ങളാണെന്നുണ്ടെങ്കിൽ നേരിട്ടും അല്ലാതെയും ഒക്കെ ഇൻബോക്സിലാവട്ടെ അല്ലെങ്കിൽ വീഡിയോ ത്രൂ ആവട്ടെ ഷെയർ ചെയ്യാനും വേണ്ടിയിട്ട് ഞാൻ ശ്രമിക്കാം. അപ്പം ഫൈനലായിട്ട് എനിക്ക് ഫണ്ട് റൈസിങ് റിലേറ്റഡ് ആയിട്ട് നിങ്ങളോട് പറയാനുള്ളത്, നിങ്ങൾക്ക് എപ്പോൾ ഫണ്ട് റേസ് ചെയ്യണം, എന്തിനാണ് ഫണ്ട് റേസ് ചെയ്യണം എന്നുള്ള ക്വസ്റ്റ്യൻസിന് ആൻസേഴ്സ് കണ്ടുപിടിച്ചതിന് ശേഷം മാത്രം നിങ്ങൾ ഫണ്ട് റേസ് ചെയ്യാൻ വേണ്ടി പോവുക. ഇതൊരു ഇൻഡസ്ട്രി ട്രെൻഡാണ്. അല്ലെങ്കിൽ മാർക്കറ്റിലെ എല്ലാ സ്റ്റാർട്ടപ്സും ഫണ്ട് റേസ് ചെയ്യുന്നുണ്ട്. അല്ലെങ്കിൽ ഫണ്ട് റേസ് ചെയ്ത സ്റ്റാർട്ടപ്സിനെ മാത്രമാണ് സെലിബ്രേറ്റ് ചെയ്യപ്പെടുന്നു എന്നുള്ള കോൺവെർസേഷൻസ് ഒക്കെ ഉണ്ട്. ഒരു പരിധി വരെ അത് സത്യമാണ്. അപ്പോൾ ഒരുപാട് സ്റ്റാർട്ടപ്സ് ഫണ്ട് റേസ് ചെയ്യുന്നുണ്ട് എന്നുള്ളത് നിങ്ങൾക്ക് ഫണ്ട് റേസ് ചെയ്യാനുള്ള ഒരു കാരണമല്ല. അപ്പം നിങ്ങൾക്ക് ഫണ്ട് റേസ് ചെയ്യേണ്ടതുണ്ടോ, ഇനി റേസ് ചെയ്യേണ്ടതുണ്ടെങ്കിൽ അത് എപ്പോൾ ചെയ്യണം, എത്ര ചെയ്യണം എന്നുള്ള ഇവാലുവേഷൻസ് എല്ലാം വളരെ ക്രിട്ടിക്കലി ചെയ്തതിന് ശേഷം മാത്രം ഫണ്ട് റേസ് ചെയ്യുക. ഫണ്ട് റേസ് ചെയ്യാൻ ഇൻവെസ്റ്റേഴ്സിൻ്റെ മുന്നിൽ പോകുന്നതിന് മുന്നേ വളരെയധികം പ്രിപ്പയർ ചെയ്യുക.
ഈ കാര്യങ്ങളെല്ലാം പറഞ്ഞുകൊണ്ട് നിങ്ങളുടെ ഫണ്ട് റേസിങ്ങിലേക്ക് അല്ലെങ്കിൽ നിങ്ങളുടെ ഫണ്ട് റേസിങ് സ്ട്രാറ്റജി ഡെവലപ്പ് ചെയ്യുന്നതിലേക്ക് ഈ വീഡിയോ ഒരുപാട് ഹെൽപ്ഫുൾ ആവുമെന്ന് കരുതുന്നു. നിങ്ങൾക്ക് എന്ത് സംശയമുണ്ട് എന്നുണ്ടെങ്കിലും നിങ്ങൾ എന്ത് ചെയ്യുക, കമൻറ്റ് ബോക്സിൽ അറിയിക്കുക. അതിന് എന്നെക്കൊണ്ട് പറ്റുന്ന രീതിയിൽ ഞാൻ ഹെൽപ്പ് ചെയ്യാവുന്നതാണ്. അപ്പോൾ ഈ ഒരു വീഡിയോ എല്ലാവരും എൻജോയ് ചെയ്തെന്ന് വിചാരിക്കുന്നു, നിങ്ങൾക്ക് ഹെൽപ്ഫുൾ ആണെന്ന് വിചാരിക്കുന്നു. ഇത് നിങ്ങൾക്ക് ആവശ്യമുണ്ട് എന്ന് തോന്നുന്ന എല്ലാ ഓഡിയൻസിലേക്കും, നിങ്ങളുടെ ഫ്രണ്ട്സ് ആവട്ടെ, നിങ്ങളുടെ ഫൗണ്ടർ കമ്മ്യൂണിറ്റിയിലുള്ള സുഹൃത്തുക്കളാവട്ടെ, അവരിലേക്ക് ഷെയർ ചെയ്യാനും വേണ്ടിയിട്ട് ശ്രമിക്കുക.